ഇന്നത്തെ പ്രധാന താരമായ ഡോക്ടർ കരിങ്ങാട്ടിൽ അച്ഛൻ, കേരളത്തിൽ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വിജയൻ പാമ്പാടി സാർ. ഇതൊരു പ്രചോദനമാവുന്ന ഞാൻ വിചാരിക്കാം. സാറും രജിസ്റ്റർ ചെയ്തതാണ്. സാറ് തന്നെ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്തു പോകട്ടെ. അതുകൊണ്ട് മറ്റ് ഗുരുജനങ്ങളെ, മത്സരങ്ങളെ, ശിക്ഷാർത്ഥികളെ നമസ്കാരം. വളരെയധികം ഈ വിഷയം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഇതൊരു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസില് നടത്തിയ ഗവേഷണം ഇത് രാജ്യാന്തര അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗവേഷണ പ്രബന്ധമാണ്. കാരണം ഇറാഖ് യുദ്ധത്തിന്റെ സ്വാധീനം, അതിന്റെ ഇമ്പാക്ട് ആ ഒരു കാലഘട്ടത്തിൽ 2003 കാലഘട്ടം, ഇപ്പോൾ ഇന്ന് 2015 12 വർഷത്തിന് ശേഷമാണ് ഇതിന്റെ ഒരു തിസീസ് ഇന്ത്യയിൽ പുറത്തു വരുന്നത്. അപ്പൊ ഇതൊരു ആ തരത്തിൽ ഇത് ദേശീയ ശ്രദ്ധ മാത്രമല്ല, ഇതൊരു പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയുടെ നെറ്റ്വർക്കിൽ പോകുമ്പോൾ ഇത് പുറത്ത് ഉള്ള ആളുകൾ നമ്മുടെ എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹം, അക്കാഡമിക് സമൂഹം എങ്ങനെയാണ് ഇറാഖ് യുദ്ധത്തെയും അതിന്റെ കവറേജിനെയും എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അച്ഛനെ ഞാൻ പ്രത്യേകമായി അനുഭവിക്കുന്നു. കാരണം വളരെ കഠിനാധ്വാനിയാണ് അച്ഛൻ. അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം വൈദിക സെമിനാരിയിലെ പഠനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് അദ്ദേഹം മധുരയിൽ പോയി അദ്ദേഹം ഉപരിപഠനം നടത്തി, കമ്മ്യൂണിക്കേഷൻ നടത്തി. പിന്നീട് പോയി പഠിച്ചു, മനോരമയിൽ പരിശീലനം തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ വളർച്ചയുടെ ഓരോ കാലഘട്ടവും അദ്ദേഹം വൈദ്യനായി എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടം മുതൽ അദ്ദേഹം സെമിനാരിൽ പഠിച്ച് അതേ സ്ഥാപനത്തിൽ അധ്യാപകനായിരിക്കുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായതാണ് എന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയ സംഗതി, അദ്ദേഹത്തിന്റെ തിയോളജിയാണ് അദ്ദേഹം പഠിച്ചതെങ്കിലും അദ്ദേഹം കമ്മ്യൂണിക്കേഷനിലാണ് അദ്ദേഹം PhD എടുത്തിരിക്കുന്നത്. അതൊരു വളരെ ഒരു പ്രത്യേകത പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഇന്റർ ഡിസിപ്ലിനറി പഠനങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ആ വിഷയത്തിന്റെ മാത്രം ഗഹനതയെ മനസ്സിലാക്കിക്കൊണ്ടല്ല, മറ്റു വിഷയങ്ങളിൽ ഈ വിഷയവുമായുള്ള ബന്ധം അത് പരസ്പര പൂരകമായി എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശ്രമം നമുക്ക് ആവശ്യമാണ്. സെമിനാരികളിൽ പ്രത്യേകിച്ച് ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് മാധ്യമങ്ങളെയും മാത്രമല്ല ശാസ്ത്രത്തെയും മറ്റു വിഷയങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ പത്രപ്രവർത്തകനായി ജോലിക്ക് പ്രവേശിച്ചത് 1981 അപ്പൊ ഞാൻ 81 മനോരമയിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അന്ന് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പത്രപ്രവർത്തകൻ ഇവിടെ ഇരിപ്പുണ്ട്, വിജയൻ പാമ്പാടി. അദ്ദേഹം കാനഡയിൽ അന്ന് ഒളിമ്പിക്സ് നടന്നിട്ട് അദ്ദേഹം മനോരമയുടെ റിപ്പോർട്ടിങ്ങിനായിട്ട് അവിടുത്തെ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വളരെ, അദ്ദേഹം ആ ചിത്രം മറന്നുപോയിട്ടുണ്ടാവും. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ ആയിട്ട് ആണ് വന്നത്. അദ്ദേഹം ഓഫീസിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ആ റേഡിയോ വെച്ച് ബേക്കറികളിൽ കൂടി സഞ്ചരിക്കുന്നത് ഞാൻ കൗതുകം കണ്ടിട്ടുണ്ട്. അത് ഒരു ആഗോളവൽക്കരണത്തിന്റെ ഒരു ശ്രമം, അല്ലെങ്കിൽ അതിന്റെ ഒരു പത്രപ്രവർത്തകർ എങ്ങനെയാണ് ഒരു രാജ്യാന്തര തലത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഈ ഏറ്റവും പുതിയ സൗകര്യപ്രദമായ കമ്മ്യൂണിക്കേഷൻസിനെ എങ്ങനെയാണ് അവലംബിക്കേണ്ടത് എന്നുള്ള ഒരു സംഗതി, കൂടുതൽ പാട്ട് കേൾക്കുന്നത്, കൂടുതൽ വാർത്തകൾ കേൾക്കുന്നത്, അത് അങ്ങനെയുള്ള ഒരു കൗതുകം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വളരെയധികം കൗതുകം തോന്നി. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമല്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ 80 ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്റ്റിനെ പറ്റിയുള്ള പഠനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് വേൾഡ് അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടറായിരുന്ന മൈക്കിൾ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ പലതവണ ഉണ്ടായിരുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പ് നടത്തി മാധ്യമ ബോധനത്തെ പറ്റിയുള്ള ഒരു ശില്പശാലയാണ്
നടത്തിയത്. അന്ന് കേരളത്തിലെ പ്രധാന പത്രങ്ങളിലെ ആളുകളെല്ലാം അതിൽ പങ്കെടുത്തു. രണ്ടാമത്തെ ശില്പശാല മുതൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയ എല്ലാ ശില്പശാലയും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 1-2 ശില്പശാലയിൽ കന്യാക്ഷേത്രത്തിൽ പങ്കെടുത്തുള്ളൂ. മൈക്കിൾ ഡ്രൈവർ മരിച്ചുപോയി. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, മനോരമ ജോലി വിചാരിച്ചു, എന്താണ് ഈ ഗ്ലോബലൈസേഷനെ പറ്റി ഇത്രയും സംസാരിക്കുന്നത് എന്താണ്? അപ്പൊ നമ്മൾ 80കളിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ 70കളുടെ അവസാനം തന്നെ ഈ ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് മാധ്യമങ്ങളിൽ കടന്നു കയറി അല്ലെങ്കിൽ അതിനെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള തിരിച്ചറിവ് വേൾഡ് അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻ ബാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ അത് അവരുടെ ഒരു മന്ത്ലി ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള അത് ആ രീതിയിൽ മാധ്യമ ബോധനത്തെ പറ്റി അങ്ങനെ ലോകത്ത് ആദ്യമായിട്ടൊരു വലിയ വളരെ ഗഹനമായ രീതിയിലുള്ള പഠനം നടത്തിയിട്ടുള്ളത് ബാക്കാണ്. പിന്നീട് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് പല ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും ഇങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങളെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വായനക്കാരെ ഈ ഗ്ലോബലൈസേഷൻ അതിന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ക്രമേണ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കാതെയാണ് പലരും പത്രം വായിക്കുന്നതും പത്രത്തിൽ ജോലി ചെയ്യുന്നതും എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് തോന്നിയത് മൈക്കൽ ഡ്രൈവറുടെ ശിഷ്യനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതുള്ളൂ. അദ്ദേഹം മരിക്കുന്നത് വരെയും അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ലേഖനം വിവർത്തനം ചെയ്യുകയും അത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തനത്തിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഞാൻ അത് കേരളത്തിന് പുറത്തൊരു ഗുരുവിനെ ഞാൻ കണ്ടെത്തുന്നത് മൈക്കിൾ ഡ്രൈവറിലാണ്. ഈ വിഷയം അങ്ങനെ കേരളത്തിൽ അവതരിപ്പിച്ചത് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ടിനെ പറ്റി അദ്ദേഹമാണ്. തുടർന്ന് WCCയുടെ വേൾഡ് കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസിന്റെ 2-3 അസംബ്ലിയിൽ കെ ജോർജൻ അവിടെ സഭയുടെ ഡെലിഗേറ്റായി പോയപ്പോൾ ഞാനും ഒരു പത്രപ്രവർത്തനായി എനിക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ പുസ്തകങ്ങൾ സൗജന്യമായി കൊടുക്കുന്ന ചില സ്റ്റാളുകളുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ രാജ്യാന്തര തലത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ എന്നൊക്കെ പറഞ്ഞ പല പുസ്തകം ചെറിയ പുസ്തകങ്ങളുണ്ട് ഓരോ സ്റ്റാളുകളിൽ ഞാൻ സൗജന്യമായിട്ട് അതെല്ലാം കെട്ടിപ്പറിക്കി. അപ്പൊ നമ്മള് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇതേപ്പറ്റി ആലോചിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന് മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ, അത് വികസിത രാജ്യങ്ങളിലല്ല, വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വികസിത രാജ്യങ്ങൾ പോലെ 3ാം ലോക രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ചെറിയ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം ഈ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവരുടെ സംസ്കാരത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ കാഴ്ചപ്പാടുകളെയും എല്ലാം ഇങ്ങനെ പിഴുതേറി പറയുകയാണ്. അവരുടെ ജീവിത രീതി തന്നെ മാറിപ്പോവുകയാണ്. ആഫ്രിക്കയിലെ ഒരു കഥ ഞാൻ അവിടെ വെച്ച് കേട്ടു. അവിടുത്തെ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തി. കാര്യം എന്താണ്? ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ വൻകിട കുത്തക കമ്പനികൾ അവരുടെ ഈ ബേബി കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ മിൽക്ക് പൗഡർ പോലെയുള്ള സംഗതികൾ, അവരുടെ ബേബി ഫുഡ്, അതാണ് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് എന്ന് പറയുന്ന ഭയങ്കര ശക്തമായ രീതിയിലുള്ള പരസ്യങ്ങളാണ് ഈ പറയുന്ന 3ാം ലോക രാജ്യങ്ങളിലേക്ക് അടിച്ചേപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പിന്നീട് കേൾക്കുന്നത് ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. പോഷകാഹാരങ്ങൾ മുലപ്പാൽ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞു വളരുന്നത്? അപ്പം മാധ്യമങ്ങളുടെ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എന്താണ് ഈ ആളുകളുടെ ഈ പറയുന്ന ചൂഷണം ചെയ്യുക, ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. അവരുടെ പണം ചൂഷണം ചെയ്യുന്നു, അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അപ്പൊ നമുക്കത് പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ WCC അതിന്റെ ഉള്ള ചെറിയ സ്റ്റാളുകൾ ചെല്ലുമ്പോഴാണ്. നമ്മളെക്കാട്ടിൽ എത്രയോ പറയുന്ന ആത്മാവ് എത്ര എന്താണ് അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പവർ പോയിന്റുള്ള സംവിധാനം വരുന്നവരെ സംസാരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിയാം, ടെലിവിഷന്റെ പ്രചാരം കേരളത്തിൽ വന്നു, അല്ലെങ്കിൽ പത്രങ്ങളുടെ ഈ പ്രാദേശിക യൂണിറ്റുകൾ വർദ്ധിച്ചു, പുതിയ പുതിയ മാഗസിൻസ്, ഓൺലൈൻ എഡിഷൻസ് നമ്മൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് പുതിയ പുതിയ പ്രോഡക്ട്സ് വന്നു. ഇങ്ങനെ ഈ ക്രമേണ കഴിഞ്ഞ 80കൾക്ക് ശേഷം
നമ്മുടെ കേരള സമൂഹത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം നോക്കി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ വായനക്കാരന്റെ ജീവിത രീതിയിൽ ഒരു മാറ്റം വന്നു, അല്ലെങ്കിൽ അവന്റെ ചിന്താശക്തിയിൽ ഒരു മാറ്റം വന്നു, അവന്റെ സാംസ്കാരിക തനിമയിൽ ഒരു മാറ്റം വന്നു. എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ വളരെ പവർഫുള്ളാണ്. നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ ഞെരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോധപൂർവം നമ്മളതിനെ തടയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും നമ്മൾ അതിന്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ രീതികൾ മാറി, നമ്മുടെ വസ്ത്രധാരണ രീതികൾ മാറി, നമ്മുടെ മൂല്യസങ്കല്പങ്ങൾ മാറി, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ അന്തരീക്ഷം മാറി, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വർഷം മുമ്പ് അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഇങ്ങനെ കേരളത്തിൽ സംഭവിക്കുമോ? കേരളത്തിൽ ഇതും അതിനപ്പുറം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ഈ പറയുന്ന ഒരു സത്യമുണ്ടല്ലോ, അതാണ് സത്യം. ഈ റിയൽ ആയിട്ടുള്ള സംഗതികളല്ല, അൺറിയൽ ആയിട്ടുള്ള സത്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് വായനക്കാരന്റെ ചിന്താശക്തിയെ ചൂഷണം ചെയ്യുകയും മേധാശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കെൻഗാട്ടലച്ചൻ 2003 നടന്ന ഈ ഇറാഖ് യുദ്ധത്തെ പറ്റി എന്ത് ഗവേഷണം നടത്താനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാധ്യമങ്ങൾ വായനക്കാരോടും നമ്മുടെ ദേശീയ സംസ്കാരത്തോടും എല്ലാം ഈ പറയുന്ന ഒരു കപട മുഖം അവതരിപ്പിച്ചത് ഇറാഖ് യുദ്ധത്തിൻ്റെതാണ്. ആ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ഈ ഗവേഷണ പ്രവർത്തനത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇറാഖ് യുദ്ധത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, എങ്ങനെയാണ് നമ്മളെ വായനക്കാർ ഇറാഖ് യുദ്ധത്തെ എങ്ങനെയാണ് കണ്ടത്, സത്യം എവിടെയാണ് അസത്യം എവിടെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വായനക്കാരും ശ്രോതാക്കളും സത്യവും അസത്യവും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു രീതിയായിരുന്നു ഇറാഖ് യുദ്ധത്തിന്റെ സമയത്ത് നടന്നത്. അതുകൊണ്ട് ആ ഒരു യുദ്ധത്തെ എങ്ങനെയാണ് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട്, എങ്ങനെയാണ് ഈ യുദ്ധത്തിന്റെ കവറേജിൽ എങ്ങനെയാണ് ഇന്ത്യൻ പത്രങ്ങൾ ഏത് നിലപാടാണ് എടുത്തത് എന്നുള്ള ഒരു ആശയം. ഇത് ഞാൻ പറഞ്ഞല്ലോ, 13 വർഷത്തിന് ശേഷം വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഏത് വിഷയത്തെ പറ്റിയാണ് PhD പ്രബന്ധങ്ങൾ ഉണ്ടാകുന്നത്? കാലികമായും ദേശീയമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി ഒന്നും നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ഗവേഷണം നടക്കുന്നില്ല. ഇത് മലയാളത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു വലിയ സംഗതിയാണ്. ഒരു വിഷയത്തെ പറ്റി വരുന്നില്ല, നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മുടെ ആ സ്വാർത്ഥത. ഇപ്പൊ നമ്മളിപ്പോ ഒരു സെൽഫിയുടെ യുഗമാണ്. മനുഷ്യന്റെ സ്വാർത്ഥതയുടെ ഏറ്റവും പാരമ്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു യുഗമാണ്. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് സെൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അത് നമ്മുടെ തിരിച്ചറിയാതെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള പടങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് സെൽഫിയിലെ പല പടങ്ങൾ. നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ തന്നെയാണോ, ഇതാണോ നമ്മൾ? അപ്പൊ ആ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒത്തിരി വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാലും ഗ്ലോബലൈസേഷൻ അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് മാസ്റ്റർ മാക്ലൂഗനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഗ്ലോബൽ വില്ലേജ് എന്നുള്ള സംസ്കാരം ഉണ്ടാകാൻ പോവുകയാണ്. മനുഷ്യർ തമ്മിലുള്ള വിവേചനങ്ങളെല്ലാം മാറിയിട്ട് മനുഷ്യരെല്ലാം ഒന്നായി മാറുകയാണ്. ഞാൻ മാക്ലൂഗൻ ഒരു ആചാര്യനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലോബൽ വില്ലേജ് അല്ല, ഗ്ലോബൽ ഫ്ലാറ്റാണ്. മാധ്യമ സംസ്കാരത്തിൽ ഗ്ലോബലൈസേഷൻ എന്ത് തരത്തിലുള്ള ഒരു നിലപാടാണ് അവതരിപ്പിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗ്ലോബൽ ഫ്ലാറ്റാണ്. എന്താണ് നമ്മുടെ ഫ്ലാറ്റിലെ സംസ്കാരം? എന്താണ്? മനുഷ്യർ തമ്മിൽ അറിയുന്നില്ല, മനുഷ്യനെ തിരിച്ചറിയുന്നില്ല, ഫ്ലാറ്റിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. സരിതാ നായർ മാത്രമല്ല ഫ്ലാറ്റിൽ പോകുന്നത്, എത്രയോ പേര് പോകൊണ്ടിരിക്കുന്നു, എന്ത് നടക്കുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഒരു 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 സംസ്കാരത്തിലേക്ക് മനുഷ്യർ തമ്മിലുള്ള ഒരു വിവേചനം വളർത്തിയെടുക്കുന്ന തരത്തിൽ ഗ്ലോബലൈസേഷൻ വന്നിരിക്കുന്നു എന്നുള്ള ഒരു സൂചന തരുന്ന ഒരു പഠനമാണ്. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഗുണങ്ങളുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ മൊബൈൽ സംവിധാനങ്ങളും ധാരാളം ഉണ്ട്. ഇങ്ങനെ എത്രയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പറയാൻ കഴിയും. അതിന്റെ ഉൽപ്പന്നങ്ങളുടെ വിലപ്പെടുത്തൽ ലഭിക്കും, കൂടുതൽ സൗകര്യങ്ങളുണ്ട്, കൂടുതൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞെക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് എല്ലാം കിട്ടും. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ വരുത്തി വെച്ച വിനയുടെ
ഒരു ഉദാഹരണം അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം തെരഞ്ഞെടുത്ത ഈ വിഷയത്തെ പറ്റി ഞാൻ പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടി വരുന്നത് കൊണ്ടാണ് അപ്പൊ അത് അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഷയത്തിൽ പറയുന്നത് ഇത് നമുക്ക് മാറി നിന്ന് കാണേണ്ട ഒരു വിഷയമല്ല ഇത്. അതാണ് ഇതിനകത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പം മാറി നിന്ന് കാണേണ്ട എന്ന് പറയുമ്പോൾ ഇത് 5 പത്രങ്ങളാണ്, ഇംഗ്ലീഷ് പത്രങ്ങളെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് പിടിച്ചേക്കുന്നത്. മലയാളത്തിൽ ഉള്ള ഒരു പത്രവും ഒരു പത്രത്തെയും അദ്ദേഹം അവലോകനം ചെയ്തിട്ടുണ്ട്. ഇത് അച്ചടിച്ച് പുസ്തകമായിട്ട് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇന്ത്യയിലെ ഒരു മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ശത്രുവായി മാറുന്നതിനെ പറ്റി യാതൊരു സംശയമില്ല. കാരണം ഇതിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അപ്പൊ ഇത് ഇറാഖ് യുദ്ധം മാത്രമല്ല, ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത്, ആരാണ് തീവ്രവാദി, ആരാണ് യുദ്ധപ്രഭു, ആരാണ്, ഇങ്ങനെ പല സംഗതികളുണ്ട്. ഇതെല്ലാം ആരാണ് ഗ്ലോബലൈസേഷൻ, ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതിനകത്ത് ഇറാഖ് യുദ്ധത്തിന്റെ ലോകം അറിഞ്ഞ വാർത്തകൾ മുഴുവൻ അമേരിക്കയാണ് അവതരിപ്പിച്ച, അമേരിക്കയുടെ പക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഗ്ലോബലൈസേഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ, നമ്മൾ ദൈനംദിന കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ ഗ്ലോബലൈസേഷൻ മൂലം ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ സാംസ്കാരിക തനിമയും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ കാഴ്ചപ്പാടുകളും മാറുന്നു. ഒപ്പം സത്യം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ നമ്മളെ ഈ മാധ്യമങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ പെരുമ്പാമ്പിന്റെ വായിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു വായനക്കാരനെ പോലെ അവസാനം കാലിട്ടടിക്കുമ്പോൾ മാത്രമേ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഐഡന്റിറ്റി നഷ്ടപ്പെടാത്ത തരത്തിൽ വായനക്കാരെ ബോധവൽക്കരിക്കുന്ന ഒരു ഗവേഷണം എന്ന നിലയിൽ അച്ഛന്റെ ഈ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇതിന്റെ പ്രസന്റേഷന് വേണ്ടി ക്ഷണിച്ചു. അഭിനന്ദനായ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട ഡോക്ടർ പോൾ മണലിൽ, പ്രിയപ്പെട്ട കുര്യൻ പമ്പാടി, ജോൺ തോമസ്, അതിഥികളെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമേ സോപാന അക്കാദമിയോടുള്ള എന്റെ ആദരവും ഭക്തിയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ടറായ അഭിനന്ദ ഗുരു ഡോക്ടർ കെ ജോർജ് അച്ഛന്റെ ഈ നിസ്തുല സംരംഭം ദൈവകൃപ കൊണ്ട് അനുദിനം നിറയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയ സെമിനാരിയിൽ അധ്യാപകനായി വന്ന് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എംഫിൽ പഠിക്കുവാനും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ PhD ബിരുദത്തിന് വേണ്ടിയുള്ള പഠനത്തിനും അനുവദിച്ചത് അഭിനന്ദനായ കെ എം ജോർജസിന്റെ പ്രത്യേകമായ ഉത്സാഹവും പ്രോത്സാഹനവുമാണ് എന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. മലയാള മനോരമയിൽ പ്രായോഗിക പരിശീലനത്തിനെത്തിയപ്പോൾ ഒരു ഗുരുതുല്യമായി എന്നെ നയിച്ചത് ഡോക്ടർ പോൾ മണൽ സാറാണ്. എന്റെ ആദരവ് അറിയിക്കുന്നു. സോഷ്യൽ സയൻസിൽ ഞാൻ എംഫിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എന്നോടൊപ്പം അവിടുത്തെ സഹപാഠിയായിരുന്നു നമ്മുടെ കുര്യൻ പാമ്പാടി സാറ്. ഡോക്ടർ രാജഗുരുക്കളുടെ മേൽനോട്ടത്തിൽ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച് ഇരിക്കുകയാണ്. എന്റെ ആദരവ് അറിയിക്കുന്നു. ഈ വിഷയം ഞാൻ പഠിച്ചത് വളരെ പ്രശസ്തനായ ഡോക്ടർ AK രാമകൃഷ്ണൻ സാറിനോടൊപ്പമാണ്. അദ്ദേഹം ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിന്റെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോട്ടയം ഗാന്ധി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിന്റെ ഡയറക്ടറായിരുന്ന അവസരത്തിലാണ് പഠനത്തിനായിട്ട് ചേർന്നത്. കുറെ കാലം എടുത്തെങ്കിലും ദൈവകൃപയാൽ ഇത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ ഹ്രസ്വമായി ഈ പഠനം ഞാൻ അവതരിപ്പിക്കുകയാണ്. ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കും, എന്നാലും ചർച്ചകൾ നമുക്ക് മലയാളത്തിൽ നടത്താം. പവർ പോയിന്റ് വരികയാണെങ്കിൽ അതിന്റെ ദൃശ്യ ഗ്രാഫിക്സ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട പോൾ മണൽ സാർ വളരെ ഭംഗിയായി മാധ്യമം എങ്ങനെയാണ് നമ്മുടെ ബൗദ്ധിക തലത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്താ ഇടങ്ങൾ ശിഥിലമായി തീർന്നതെന്നും വളരെ ഭംഗിയായിട്ട് ഇതിന്റെ ആമുഖത്തിൽ പറയുകയുണ്ടായി. പലപ്പോഴും
നമ്മൾ മാധ്യമങ്ങളെ വേണ്ട രീതിയിൽ കണ്ടിട്ടില്ല. മാധ്യമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ ബോധ വിചാര മനന പ്രക്രിയകളെ അതിശീഘ്രം സ്വാധീനിക്കുന്ന അതിശക്തമായ ഇടമാണ് മാധ്യമം. അതുകൊണ്ട് മാധ്യമ പഠനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്റെ ഗവേഷണത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് കൾച്ചർ ഹെജിമണി, എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ ദ ഇന്ത്യൻ മീഡിയ. മാധ്യമ ആഗോളീകരണവും സാംസ്കാരിക അതീശത്വവും ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇറാഖ് യുദ്ധത്തിന്റെ കവറേജ് ഒരു വിമർശനാത്മക പഠനം. പ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് കൾച്ചറൽ ഹെജിമണി. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, കൾച്ചറൽ ഡോമിനേഷൻ എന്നുള്ള വാക്ക്. മാധ്യമ ആഗോളീകരണവും സാംസ്കാരിക അതീശത്വവും. ഇത് ടെക്സ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാന ഇടം ഇറാഖ് യുദ്ധമാണ്. ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 2003 മാർച്ച് 21 മുതൽ 2003 മാർച്ച് 15 വരെയുള്ള ദിവസങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു തരത്തിൽ ആഘോഷത്തിന്റെ ഭാഗമാക്കി തീർക്കുകയായിരുന്നു ഇറാഖ് യുദ്ധം. എന്തുകൊണ്ടാണ് ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ്, മലയാളത്തിലെ ഓരോ മാധ്യമവും ഇങ്ങനെ ആഘോഷത്തിന്റെയും വ്യത്യസ്തങ്ങളായ കവറേജിന്റെയും ഇടങ്ങളാക്കി തീർത്തത് എന്നൊരു പ്രധാന അന്വേഷണമാണ് ഈ പഠനത്തിൽ നിലനിർത്തിയത്. ഇതിനെ ആമുഖം നോക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ എന്നൊരാശയം ഈ അടുത്ത സമയത്താണ് രൂപപ്പെട്ടത്. ഗ്ലോബലൈസേഷനെ കുറിച്ച് അനേകം പഠനങ്ങളുണ്ട്. എപ്പോൾ ആഗോളവൽക്കരണത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും അതിന്റെ സാമ്പത്തിക ഘടനകളെ കുറിച്ചും അതിലെ രാഷ്ട്രീയ ഘടനകളെ കുറിച്ചും സാംസ്കാരിക ഘടനകളെ കുറിച്ചുമാണ് അനേക പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആഗോളവൽക്കരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സാമ്പത്തിക ഇടം, സാമ്പത്തിക തലം കേന്ദ്രീകൃതമാക്കിയിട്ടായിരിക്കും. ഡിക്ഷണറികൾ നോക്കിയാൽ പോലും ഗ്ലോബലൈസേഷൻ നിർവചനത്തിനകത്ത് മാധ്യമത്തിനൊരു ഇടം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ 2010 കൂടിയാണ് ഇവിടെ പുതിയ ഡിക്ഷണറികളും അതിന്റെ പുനർനിർവചനങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായത്. ആഗോളവൽക്കരണത്തെ കുറിച്ച് ഇപ്പോൾ മാക്മില്ലൻ ഡിക്ഷണറിയിലും കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലും ഒക്കെ മാധ്യമങ്ങളുടെ പ്രധാന സാന്നിധ്യം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗ്ലോബലൈസേഷന്റെ നിർവചനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആഗോളീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക്, ആ പങ്കിൽ കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതായ സാംസ്കാരിക അതീശത്വം അതെങ്ങനെയെന്ന് വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം 2001 കൂടിയാണ് 9/11. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിലെ 2 വലിയ ടവറുകൾ ഇറാഖിൽ നിന്നും അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടു. 2001 മുതലുണ്ടായി ലോകത്തിന്റെ ക്രമങ്ങളിൽ തന്നെ മാറ്റമുണ്ടായി. ഒരു പുതിയ വാക്ക് തന്നെ സൃഷ്ടിക്കപ്പെട്ടു, ഭീകരാക്രമണം. അതിന് ജോർജ് ഡബ്ല്യു ബുഷ് എടുത്തിരിക്കുന്ന വാക്ക് വാർ അഗൈൻസ്റ്റ് ടെററിസം. ഇത് കേന്ദ്രീകരിച്ച് അനേക പഠനങ്ങളുണ്ടായി. അമേരിക്കയിലെ ഒരു സർവകലാശാലയിലോ അമേരിക്കൻ വെബ്സൈറ്റുകളിലോ ഒക്കെ ചെല്ലാമെങ്കിൽ നൂറുകണക്കിന് പഠനങ്ങളാണ് വാർ അഗൈൻസ്റ്റ് ടെററിസം എന്നതിനെ കുറിച്ച് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം ഇറാഖായിരുന്നെന്നും സദ്ദാം ഹുസൈൻ ആയിരുന്നെന്നും ബോധപൂർവം സൃഷ്ടിച്ച ജ്ഞാനോത്പാദനത്തിൽ കൂടി ലോകത്തെ വിസ്മയിപ്പിക്കുവാനും വിശ്വസിപ്പിക്കുവാനും അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഈ ബോധനങ്ങളിൽ കൂടി ഇവര് നിലനിർത്തിയിരുന്ന പവർ എന്തായിരുന്നു, അവരുടെ നിഷ്പക്ഷ താല്പര്യം എന്തായിരുന്നു, അവരുടെ പക്ഷപാതം എന്തായിരുന്നു, അവര് ഈ ഒരു കവറേജിൽ കൂടി, ഈ ഒരു പഠനങ്ങളിൽ കൂടി ഏതുതരം രാഷ്ട്രീയമാണ് മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള ഒരു അന്വേഷണം. ഈ പഠനത്തിൽ പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ എന്താണെന്ന് അന്വേഷിക്കുക. 2, സാംസ്കാരിക അതീശത്വം ആഗോള മാധ്യമങ്ങളിൽ കൂടി എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ ഒഴുകി വരുന്നു എന്ന് കണ്ടെത്തുക. ഇറാഖ് യുദ്ധത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ്
ഈ സാംസ്കാരിക അധീശത്വ സമ്പ്രദായങ്ങൾ എത്തിച്ചേർന്നത് എന്ന് കണ്ടെത്തുക. ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏത് പഠനത്തിനും ചില ചോദ്യങ്ങൾ നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് ഇതൊരു ഗവേഷണ പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ആയതുകൊണ്ട് നമുക്ക് ചില റിസർച്ച് ക്വസ്റ്റ്യൻസ് ആവശ്യമാണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ? ഹൗ ഡു ദ ഇന്ത്യൻ മീഡിയ റിഫ്ലക്ട് particular interest in their coverage of events like the Iraq war? ഇറാഖ് യുദ്ധം അതിലൊന്നു മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. How does cultural hegemony reflect on the Iraq war reporting in the Indian media? What are the significant differences in the coverage of the Iraq war among the English and regional language newspapers? ഇന്ത്യയിലെ വിവിധ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കപ്പെട്ടത് എന്നും ഒരു അന്വേഷണമാണ്. നമ്മളൊരു ലേഖനമോ ഒരു പ്രസംഗമോ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു പോയാൽ മതിയാകും. എന്നാൽ ഇവിടെ ഈ പഠനത്തിന് ഒരു വ്യക്തമായ മെത്തഡോളജി ആവശ്യമാണ്, രീതിശാസ്ത്രം ആവശ്യമാണ്. ഈ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും തെളിയിക്കുകയും ചെയ്യുകയാണ്. ഈ പഠനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന രീതിശാസ്ത്രം എന്ന് പറയുന്നത് റിസർച്ച് യൂസസ് അനലിറ്റിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ആർ ഓൾസോ എംപ്ലോയ്ഡ്. ഈ പഠനത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അത് സംവേദന സമ്പ്രദായങ്ങൾ കൂടിയുള്ള ഒരു രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് അനാലിസിസ് ഇസ് യൂസ്ഡ് ഫോർ അനലൈസിംഗ് ന്യൂസ്പേപ്പർ കവറേജ് ഓഫ് ഇറാഖ് വാർ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ മാധ്യമങ്ങളില് സാംസ്കാരിക അധീശത്വമുണ്ട്, ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുവാൻ സാധിക്കും. എങ്കിലും ഇത് തെളിയിക്കപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന അവസരത്തിൽ അതിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്നു, ഉള്ളടക്ക വിശകലനം എന്ന് പറയുന്നു. വാസ്തവത്തില് മാധ്യമ പഠന രംഗത്തെ ഏറ്റവും ശക്തമായ ഒരു രീതിശാസ്ത്രമാണ് ഉള്ളടക്കങ്ങളെ വിശകലനം ചെയ്യുക. എങ്ങനെയാണ് ഉള്ളടക്കങ്ങൾ അവതരിപ്പിക്കുന്നത്, ഓരോ പത്രത്തിന്റെയും ഉള്ളടക്കങ്ങൾ, അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്, അതിന് പിന്നിലെ ഭാഷ എന്താണ്, അവരവതരിപ്പിക്കുന്ന കവറേജിന്റെ എംഫസിസ് എന്താണ്, ഇതാണ് ഉള്ളടക്ക വിശകലനങ്ങളിൽ നമ്മൾ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമായ 4 പത്രങ്ങൾ എടുത്താണ് ഇതിന്റെ പഠനങ്ങൾ നടത്തുന്നത്. ഏറ്റവും അധികം പ്രചാരമുള്ള ഇന്ത്യയിലെ പത്രങ്ങൾ എന്ന് പറയുന്നത് ദി ടൈംസ് ഓഫ് ഇന്ത്യ, ദി ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ് ആൻഡ് മലയാള മനോരമ. Among them, the first 3 are English daily newspapers and the last one is the regional Malayalam daily newspaper. They were selected on the basis of national popularity of Indian readership survey. The study covered 26 consecutive days of the above newspapers during the Iraq war from 21st March 2003 to 15 April 2003. ഓരോ ചാപ്റ്ററിൽ വിശകലനങ്ങൾ വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണ്. ചാപ്റ്റർ 1 ആഗോളവൽക്കരണവും മാധ്യമ ആഗോളീകരണവും. ആഗോളവൽക്കരണവും മാധ്യമ ആഗോളീകരണവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്തെ കുറിച്ച് പറയുന്നത് മാധ്യമങ്ങളുടെ ലോകമാണ്. മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് 24/7. എന്തും എവിടെയും എപ്പോഴും ലഭിക്കും. വിജ്ഞാന വിഭവങ്ങൾ വിരൽത്തുമ്പിൽ. അറിവിന്റെ ലോകം വളരെ സമീപത്തായിരിക്കുന്നു. ഏത് വിജ്ഞാനവും നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നടത്തുന്ന ഈ പവർ പോയിന്റ്, ഈ പ്രസന്റേഷൻ തന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും കാണുവാനായിട്ടുള്ള സംവിധാനം നമുക്ക് ലഭ്യമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ നവ സാങ്കേതിക വിദ്യയുടെ അതിശീഘ്രമായ വളർച്ചയാണ്. എല്ലാം ലഭ്യമായി തീരുന്നു, എല്ലാം നമുക്ക് ലഭിക്കുന്നു, എല്ലാം അറിവിന്റെ വിദൂരതകൾ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചേരുന്നു. പക്ഷെ ഓർത്തിരിക്കണം, ഇത്രമാത്രം അറിവും വിഭവങ്ങളും ഉത്പാദനം ചെയ്യുന്നെങ്കിലും വിപണനം ചെയ്യുന്നെങ്കിലും ഇവിടെ നിലനിൽക്കുന്നത് ഇംബാലൻസ് ഇൻ ദ ഇൻഫർമേഷൻ ഫ്ലോ. മുകളിൽ നിന്ന് താഴേക്കുള്ള വിഭവ വിനിമയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ രാജ്യത്തേക്കോ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിഭവങ്ങൾ എത്തിച്ചേരാറില്ല. എത്തിച്ചേരുന്നെങ്കിൽ തന്നെ വളരെ
വളരെ വക്രീകരിക്കപ്പെട്ട വാർത്തകളും നിക്ഷിപ്തമായ വിവരണങ്ങളുമായിരിക്കും പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് എന്നോർത്തിരിക്കണം. ഇവിടെയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്, ഒരു മാർക്കറ്റ് ഐഡിയോളജി ഉണ്ട്. ഈ മാർക്കറ്റിന്റെയും പൊളിറ്റിക്സിന്റെയും ഭാഗമായിട്ട് ഈ ആഗോള മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ദൃശ്യ ശബ്ദ മാധ്യമങ്ങളിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, മാധ്യമങ്ങളും ആഗോളവൽക്കരണം എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ മാറി നിൽക്കുന്നതല്ല. നിങ്ങളെ ഞാൻ സൂചിപ്പിച്ചത് 2010 വരെയും ആഗോളവൽക്കരണത്തെ കുറിച്ച് ആയിരക്കണക്കിന് പഠനങ്ങളുണ്ടായി, മാധ്യമങ്ങളെ കുറിച്ച് പഠനങ്ങളുണ്ടായി. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന പഠനങ്ങൾ കുറഞ്ഞു വന്നു എന്നുള്ളത്. ഇവിടെയാണ് പുതിയ പഠനങ്ങളിൽ ആഗോളവൽക്കരണത്തെയും അല്ലെങ്കിൽ ആഗോളീകരണത്തെയും മാധ്യമ പഠനത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1 വിശകലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ are related. The new information technologies facilitated the media to shape a global public and global market. ഗ്ലോബൽ മാർക്കറ്റ്. ഈ ആഗോള മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴും ആഗോള പൊതുമണ്ഡലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കണം, ഗ്ലോബൽ പബ്ലിക് സ്ഫിയർ എന്ന വാക്ക് ഇന്ന് നമ്മളെല്ലാം ആഗോളമായിട്ട് ചർച്ച ചെയ്യുകയും പഠിക്കുകയും കാണുകയും സെലക്ട് ഈ കാലഘട്ടമാണ്. അതിപ്പോ അവതരിപ്പിക്കുന്ന വാക്കാണ് ഗ്ലോബൽ പബ്ലിക് സ്ഫിയർ. പണ്ട് നമുക്കുണ്ടായിരുന്ന പൊതുയുദ്ധമുണ്ട്, വെടിവെട്ടമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, നമ്മുടെ ബൗദ്ധിക തലങ്ങളുടെ ശക്തമായ ഇടപെടലുകളുണ്ട്. ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും ട്വിറ്ററും പുതിയ മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മൾ ഈ പൊതു മണ്ഡലത്തിൽ നിന്ന് പുറത്തുപോയിട്ട് നമ്മൾ ഈ സാങ്കേതികതയിൽ ബന്ധപ്പെട്ട് ആഗോള നെറ്റ്വർക്കിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. ഗ്ലോബൽ പബ്ലിക് സ്ഫിയറിന്റെ ഭാഗമായി തീരുന്നു. ഈ ഗ്ലോബൽ പബ്ലിക് സ്ഫിയറിന്റെ ഭാഗമായപ്പോൾ നമ്മളിതെല്ലാം മുന്നിൽ നിൽക്കുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് മാർഷൽ മാക്ലൂഹൻ 1965 അദ്ദേഹത്തിന്റെ മീഡിയസ് മെസ്സേജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, മാധ്യമം തന്നെ ഒരു സന്ദേശമാകുന്നു. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാം ഗ്ലോബൽ വില്ലേജിലാണെന്നാണ്. 65 ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മാർഷൽ മാക്ലൂഹൻ എഴുതിയതാണ് നമ്മൾ ആഗോള ഗ്രാമത്തിലാണെന്ന്. പക്ഷെ പഠനങ്ങളൊക്കെ മാറി, ആഗോള ഗ്രാമമൊക്കെ പോയി. നമ്മൾ നിലനിൽക്കുന്നത് ആഗോള വിപണിയിലാണ്, ആഗോള മാർക്കറ്റിലാണ്. ഈ കമ്പോളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2010 മുതൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മാക്ലൂഹൻ സ്വപ്നം കണ്ട ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വില്ലേജ് മാറി മാർക്കറ്റിലേക്ക് നീങ്ങി. Therefore, the globalization of media is one of the central driving force of the contemporary global order. ആഗോള ഉത്പാദനങ്ങളെ കുറിച്ചും ചർച്ചകളെ കുറിച്ചും വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ മാറ്റി നിർത്തി ഒരക്ഷരം പോലും പറയുവാനോ എഴുതുവാനോ നമുക്ക് ചർച്ച ചെയ്യുവാനോ സാധിക്കുകയില്ല എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിശീഘ്രമായ വളർച്ചയും അതിന്റെ അനന്ത സാധ്യതകളുമാണ്. ഗ്ലോബലൈസേഷൻ മീഡിയ എന്ന വിഷയത്തിൽ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ടുള്ളത്. ഇത് നീണ്ടുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ നമ്മളും ഈ വിജ്ഞാന യുഗത്തിന് പുറത്തായി പോകും. ചിലർ പറയും എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ ഏകാന്തതയും തപസ്സും ധ്യാനവും മനനവും ഒക്കെ മതിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ലോകത്ത് നടക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ പുതിയ സത്തകളെയും അംഗസത്തയെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിജ്ഞാന യുഗത്തിന് പുറത്തു പോകും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തെ ചാപ്റ്റർ വിശകലനം ചെയ്യുന്നത് കൾച്ചറൽ ഹെഗിമണി ആൻഡ് മീഡിയ എന്ന വിഷയമാണ്. ആഗോള സാംസ്കാരിക അധീശത്വവും മാധ്യമങ്ങളും എന്ന വിഷയമാണ്. ഇത് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് ആന്റോണിയോ ഗ്രാംഷിയുടെ തിയറിയാണ് കൾച്ചറൽ ഹെഗിമണി എന്ന് പറയുന്നത്. സാംസ്കാരിക അധീശത്വം. പലപ്പോഴും ഈ അറിവെന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പവറാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഇതിന്റെ പല വാക്കുകളില് സാംസ്കാരിക പഠനങ്ങളുണ്ട്. കൾച്ചറൽ പവർ,
കൾച്ചറൽ കൊളോണിയലിസം, സ്ട്രക്ചറൽ ഇംപീരിയലിസം, ഇലക്ട്രോണിക് കൊളോണിയലിസം, മീഡിയ ഇംപീരിയലിസം, ഇതെല്ലാം ഈ വാക്കുകൾ റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് നിയോ മാർക്സിസ്റ്റുകൾ ഈ വാക്കുകൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൾച്ചറൽ ഇംപീരിയലിസം എന്ന വാക്കാണ്. അന്റോണിയോ ഗ്രാംഷി അവതരിപ്പിക്കുന്ന കൾച്ചറൽ ഇംപീരിയലിസം എന്ന വാക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക അധീശത്വം എന്ന് പറയും. ഇതിന്റെ പഠനത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദൃശ്യം കണ്ടാലും, ശബ്ദം കണ്ടാലും, വിവരം കണ്ടാലും, വിജ്ഞാനം കണ്ടാലും അതിന് ഉള്ളിൽ കൂടി നമ്മൾ അറിയാതെ ഒരു അധികാര ഘടന വിനിമയം ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രാംഷി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അധികാര ഘടനയിൽ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ ജ്ഞാനബോധന പ്രക്രിയയെ പാസീവാക്കി തീർക്കുന്നു, നിഷ്പ്രഭമാക്കി തീർക്കുന്നു. പ്രത്യേകിച്ച് ഈ വിജ്ഞാനത്തിന്റെ അതിധാരാളിത്തം നിലനിൽക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ അറിവിന്റെ പിന്നാലെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ചെറിയ വിഷയം ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കി ആയിരക്കണക്കിന് വിവര വിശകലനങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. ആയിരക്കണക്കിന് വിജ്ഞാന വിശകലനങ്ങൾ, അവസാനം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങും. അതുകൊണ്ട് സാധാരണ നിലയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ക്രിട്ടിക്കൽ പബ്ലിക് സ്ഫിയർ ആണ്. തനിയല്ല, നമ്മൾ ഒരുതരം പാസീവ് ഓഡിയൻസ് ആക്കി തീർക്കുന്നു. ഇത് കൾച്ചറൽ ഇംപീരിയലിസത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ആരാണ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് അന്റോണിയോ ഗ്രാംഷി പറയുന്നുണ്ട്, ഇത് വലിയ മുതലാളിത്ത ഘടനയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത് മാധ്യമങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വൻകിട കമ്പനികളും പാശ്ചാത്യ രാജ്യത്തെ ഉദ്യോഗങ്ങളും അവർ അവതരിപ്പിക്കുന്നത് ഏത് പ്രോഡക്റ്റുകളിൽ കൂടിയായാലും അത് ഈ സാംസ്കാരിക അധീശത്വമാണ്. നമ്മളെല്ലാവരും കൊണ്ട് കിടക്കുന്ന വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സമയമെല്ലാം പോയി, നമ്മൾ ഇതിനകത്ത് വീണു, നമ്മൾ ഇതിനകത്ത് അടിമയായി, സെൽഫിയുടെ ഭാഗമായി. പിന്നെ അതിനപ്പുറത്തുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. ഇത് ഒരു പാശ്ചാത്യ കുത്തകയുടെ ഭാഗമാണ്, സാംസ്കാരിക അധീശത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഈ ബൗദ്ധിക തലങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരുതരം കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി ഈ ടെക്നോളജി നമ്മൾ മാറ്റി തീർക്കുന്നുള്ളത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഇൻഫർമേഷൻ എല്ലാവരോടും നമുക്ക് ലഭിക്കത്തില്ല, അവിടെ നൽകുന്ന ആളുകളെ ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. മിസ് ഇൻഫർമേഷൻ ആൻഡ് മീഡിയ മാനിപ്പുലേഷൻ ഹാവ് ലീഡ് ടു ദി ഡിസിന്റിഗ്രേഷൻ ഓഫ് ക്രിട്ടിക്കൽ പബ്ലിക് സ്പീയേഴ്സ് ഇൻ ദ സൊസൈറ്റി. ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ക്രിട്ടിക്കൽ വിമർശനാത്മകമായ ഭൗതിക തലം നഷ്ടപ്പെട്ട് പോകുവാനുള്ള സംസ്കാരത്തെ ഈ കൾച്ചറൽ ഹെഗമണി വരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ബൈ ദ ഡിസിമിനേഷൻ ഓഫ് ഹാഫ് ട്രൂത്ത്സ്, falsehoods, persuasion may be converted into manipulation and propaganda. ഇപ്പൊ നടക്കുന്ന പത്രവാർത്തകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി, യഥാർത്ഥമായിട്ട് സംഭവിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച തീയതിയുടെ ഭാഗ്യത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെ ഏതാണ് ശരി, ഇവിടെ ഏതാണ് തെറ്റ്? 14 പത്രങ്ങൾ കോട്ടയത്ത് അച്ചടിക്കുന്നുണ്ട്. ഇവിടെ 100 കണക്കിന് ടെലിവിഷൻ ചാനലുകളുണ്ട്. ഓരോന്നും ഓരോ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഓരോ മാധ്യമത്തിനും അവരുടെ രാഷ്ട്രീയം, അവരുടെ ദർശനം, അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഓരോ മാധ്യമത്തിനും ജാതിയുണ്ട്, ഓരോ മാധ്യമത്തിനും മതമുണ്ട്, ഓരോ മാധ്യമത്തിനും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് വ്യക്തമായി അവരുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പാവങ്ങൾ അത് കണ്ട് അവരുടെ ചർച്ചയിൽ പങ്കിയിരുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് false consent is developed through propaganda. ഇത് നോം ജോസ്കി പോലുള്ളവര് അവതരിപ്പിക്കുന്നതാണ്. സമ്മതങ്ങളുടെ നിർമ്മിതിയാണ്. കുറെ പ്രാവശ്യം പറഞ്ഞ് നമ്മളിവിടെ സമ്മതിപ്പിക്കുകയാണ്. അതിന് സാധാരണ കൊച്ചുദാഹരണമുണ്ട്. ഉജ്ജാലപ്പണക്കൊക്കെ ഒരു പ്രോഡക്റ്റ് പണ്ടുണ്ടായിരുന്നു. പണ്ട് തുള്ളിനീരം തന്നെ വാക്കുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അപ്പം ഉജ്ജാല മാത്രം മതി, അതൊക്കെ മാറി പുതിയ പുതിയ പ്രോഡക്റ്റുകളുടെ ഭാഗമായിരുന്നു. ഏത് പത്രം എടുത്ത് നോക്കിയാൽ, ഏത് മാസം എടുത്ത് നോക്കിയാലും ഈ വൻകിട കമ്പനികൾ അതിന് മുഴുവൻ പരസ്യം ചെയ്യും. അതേപോലെ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ, കേരളത്തിലെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഒരു പത്രത്തിന് ഒരു പരസ്യം കൊടുക്കാറുള്ളൂ. വൻകിട കമ്പനികൾ കേരളത്തിൽ കോട്ടയത്ത് നിന്നും 13 പത്രമാണെങ്കിൽ 13 പത്രത്തിനും പരസ്യം കൊടുക്കും. പ്രത്യേകിച്ച് ഈ ആഴ്ചകളൊക്കെ വന്ന ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് നോക്കണം. ഒന്നാമത്തെ പേജെന്ന് പറയുന്നത് മൊത്തം പരസ്യം. ആദ്യത്തെ 2 പേജ്, 2 ഫസ്റ്റ് പേജുകളുമായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മളെ സൃഷ്ടിക്കുന്നത് ഫോൾസ് കൺസെന്റ് ആണ്, സമ്മതങ്ങളുടെ നിർമ്മിതി. ടൈംസ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റും മൊബൈൽ ഫോണുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങളും അതിന്റെ വിവരണങ്ങളുമാണ്. കാരണം സമ്മതങ്ങളുടെ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Therefore, media have less interest to serve as the organs of
public information and public debates, but they provide only the market-oriented propaganda. ടെലിവിഷൻ ചാനലിലോ ഒരു റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോയിലോ ആ സെന്റർ പോയി കാണാമെങ്കിൽ ആദ്യം ചോദിച്ചിരുന്ന വാക്കാണ് ടു ഇൻഫോം, ടു എഡ്യൂക്കേറ്റ്, ടു എന്റർടൈൻ. വിദ്യാഭ്യാസം, വിനോദം, വിജ്ഞാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിലുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല. അവർക്കുള്ളതെന്ന് പറയുന്നത് മാർക്കറ്റിന്റെ പ്രൊപ്പഗൻഡ ആണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പലതും ഇന്ത്യയിലെ വളരെ വിശക്കുന്നവന്റെയോ വീർപ്പുമുട്ടുന്നവന്റെയോ നീതി നിഷേധിക്കപ്പെടുന്നവരുടെയോ ശബ്ദവും ദൃശ്യവും മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്തത്. ആ സ്ഥാനത്ത് മറ്റു പലതും ഒന്നാം പേജിലാണ് എത്തിച്ചേരുന്നത്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു IG-യുടെ കോപ്പിയടി നമ്മുടെ ഒരു പത്രമല്ല, എല്ലാ പത്രങ്ങളിലും മത്സരിച്ച് ഒന്നാം പേജിൽ ബാനർ ന്യൂസാണ് കൊടുത്തത്. സർവകലാശാല ഇപ്പൊ പഠിച്ച് അവസാനം തീരുമാനത്തിലെത്തിയാലേ കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന മാർക്കറ്റിന്റെയും ഈ പൊതു സംസ്കാരത്തിന്റെയും നിയന്ത്രണങ്ങളിലും വിനിമയങ്ങളിലും മാധ്യമങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ പാവം ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ഈ പഠനത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറാഖ് വാർ ആൻഡ് ഗ്ലോബൽ മീഡിയ. എങ്ങനെയാണ് ഇറാഖ് യുദ്ധത്തെ ആഗോള മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ നോക്കിയാണ്. അതിന്റെ വിശകലനങ്ങളിലേക്ക് ഞാൻ പോകാതെ ഞാനത് അതിന്റെ ആ കണ്ടന്റ് മാത്രം പറയുകയാണ്. ഇറാഖ് യുദ്ധത്തോടുകൂടി പത്ര മാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ വാക്ക് തന്നെയുണ്ട്, എംബഡഡ് ജേർണലിസം എന്ന് പറയും. എംബഡഡ് ജേർണലിസം എന്നതിനൊരു ബന്ധിത പത്രപ്രവർത്തനം എന്നുവല്ലോ നമുക്ക് മാധ്യമ പ്രവർത്തനം എന്നുവല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരിക്കും. അതായത് യുദ്ധത്തിൽ പോയ പട്ടാളക്കാരോടൊപ്പം പത്രക്കാരെ, മാധ്യമങ്ങളെയും ഒരു കടമെടുത്തുകൊണ്ടുപോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരെ കൂടി യുദ്ധത്തിൽ കൊണ്ടുപോയി. ആ യുദ്ധത്തിന്റെ വാർത്തകളും ശബ്ദങ്ങളും ദൃശ്യങ്ങളും അവരാണ് വിനിമയം ചെയ്തത്. ഇത് ആരുടെ അസോസിയേഷൻ എന്നറിയാമോ? അമേരിക്ക പോലുള്ള വൻകിട പ്രസ്ഥാനങ്ങളുടെ, വൻകിട വാർത്താ ഏജൻസികളുടെ, പ്രത്യേകിച്ച് വാഷിംഗ്ടൺ പെന്റഗൺ കൂട്ടായ്മകളുടെ ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ എംബഡഡ് ജേർണലിസം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങളിലും പത്രമാധ്യമ ചരിത്രത്തിലും ഒരു പുതിയ അധ്യായം തന്നെ സൃഷ്ടിച്ചത്. അതൊരു ഇതുണ്ടായില്ല. എംബഡഡ് ജേർണലിസം അവർ പറയുന്നത് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ഇറാഖ് യുദ്ധത്തിന് അമിത പ്രാധാന്യമാണ് നൽകിയത്. ഏറ്റവും വലിയ പ്രാധാന്യം. ഇങ്ങേറ്റത്തിൽ കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ എല്ലാ പത്രങ്ങളും 1ഉം 2ഉം പത്രങ്ങളാണ് ഓരോ ദിവസവും അച്ചടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഇറാഖ് വാർ വളരെ ഭംഗിയായിട്ട് ലോകമാധ്യമങ്ങൾ അവതരിപ്പിച്ചു. The implication of Bush administration's war on terror for the media coverage is analyzed along with the overspan of embedded journalism. അധ്യായത്തിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നതാണ്. എംബഡഡ് ജേർണലിസം എങ്ങനെയാണ്, അതിന്റെ സ്ട്രാറ്റജീസ് എന്തെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം അതിലേക്ക് അവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓർത്തിരിക്കണം, ഈ എംബഡഡ് ജേർണലിസത്തിന്റെ വാർത്തകളും വിനിമയങ്ങളുമാണ് നമ്മൾ കണ്ടത്. പല വിവരണങ്ങളും, inaccurate descriptions and distorted realities were frequent in the global media coverage. Many times the reports were incomplete, uninformed and unbalanced. ഭാഗികമായ വിവരണങ്ങളും തെറ്റായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് അവർ അവതരിപ്പിച്ചത്. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ പല വൻകിട വാർത്താ ഏജൻസികളും പ്രത്യേകിച്ച് പത്രങ്ങളും ലോകത്തോട് ക്ഷമ പറയുകയുണ്ടായി. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ അന്നത്തെ രാഷ്ട്രീയ ചായ്വ്. പക്ഷേ പാശ്ചാത്യ രാജ്യത്തെ പത്രങ്ങളും പത്ര മുതലാളിമാരും അതിന് തയ്യാറായെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും പത്രമോ മലയാളത്തിലെ ഏതെങ്കിലും പത്രമോ അതിനൊരു അപ്പോളജി എഴുതിയതായിട്ട് വായിക്കുവാനിടയായിട്ടില്ല. അത് കഴിഞ്ഞ് അത് പോയി വേറെ അടുത്ത വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ കടന്നുപോയത്. 4ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇറാഖ് വാർ ആൻഡ് ഇന്ത്യൻ മീഡിയ ആൻ ഓവർവ്യൂ. ഇറാഖ് യുദ്ധവും ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്നൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ദീർഘമായിട്ട് അതിന്റെ പഠനങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. The media as the major democratic institution rests on the values of the credible information, critical investigative
analytical, educational, and agenda building functions for the transformation of the society. ഈ സംസ്കാരത്തിന്റെയും ദേശത്തിന്റെയും പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ രൂപപ്പെടുത്തുവാൻ കരുത്തുറ്റ ഒരു കണ്ണുകളായിരുന്നു മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ the result of the globalization and market pressure contribute to the decline of the core values of the press. പത്രത്തില് പ്രവർത്തകരുടെ ഇരിപ്പുണ്ട്. എങ്കിലും പത്രത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ സുതാര്യമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിനിമയത്തിൽ നിന്നും മാറി മാർക്കറ്റിന്റെയും കച്ചവടത്തിന്റെയും ലാഭത്തിന്റെയും കണ്ണുകളിലേക്ക് മാറി എന്നുള്ളതാണ് പ്രധാനമായ ഒരു സംഭവം. ഇന്ത്യൻ മീഡിയ സ്റ്റിൽ ഡിപെൻഡ് ഓൺ ദ ഗ്ലോബൽ ന്യൂസ് ഏജൻസീസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. ലോക വിനിമയ വാർത്തകളിൽ ആഗോള രാജ്യാന്തര വാർത്തകളിലൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ ഭംഗിയായി ഈ വിദേശ മാധ്യമങ്ങളെ ആശ്രയിക്കുകയും അത് അതേപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പത്രങ്ങൾക്കാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്, ചേർത്ത് വെച്ച് വിട്ടാൽ മതി. പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ പുതിയ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറിന്റെ പുതിയ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് അത് അതേപോലെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദിസ് റിഫ്ലക്ട് ദാറ്റ് വിത്ത് ദ ഗ്ലോബലൈസേഷൻ ഓഫ് ദ മീഡിയ contributed a hegemonic influence of global media on Indian media, either in English or in regional language. അത് ഇംഗ്ലീഷ് ആയാലും കൊള്ളാം, മലയാളം ആയാലും കൊള്ളാം. ഇതിനോട് പഠനത്തോടൊപ്പം ഞാൻ ചേർത്ത് ആന്ധ്രയിലെ ചില പഠനങ്ങൾ നോക്കി, തെലുങ്ക് പത്രങ്ങൾ, മറ്റു പല പത്രങ്ങൾ, തമിഴ് പത്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സൗത്ത് സ്റ്റേറ്റുകളിലെ പത്രങ്ങളൊക്കെ നോക്കി. അവിടെയെല്ലാം നല്ല കവറേജാണ് നൽകിയത്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നൽകിയത് ഇംഗ്ലീഷ് പത്രങ്ങളും പ്രത്യേകിച്ച് ഈ മലയാളം പത്രങ്ങളും. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ ദ ഇന്ത്യൻ മീഡിയ ആൻഡ് അനാലിസിസ് ഓഫ് സെലക്ട് ന്യൂസ് പേപ്പേഴ്സ്. തെരഞ്ഞെടുക്കപ്പെട്ട 4 പത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. ആൾക്കാർക്ക് ചോദിക്കാം, എന്തുകൊണ്ട് 5 പത്രമായില്ല, 7 പത്രമായില്ല, വേറെ ഭാഷാ പത്രങ്ങളായില്ല എന്നൊക്കെ ചോദിക്കാമെങ്കിലും അതൊക്കെ ചോദ്യങ്ങളുണ്ടായെങ്കിലും നമ്മൾ ഈ മീഡിയയുടെയും കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ അനാലിസിസ് നടത്തുമ്പോൾ അതിന്റെ മെത്തഡോളജിക്കലായിട്ടുള്ള ചില സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അതിന്റെ ലോകം അംഗീകരിച്ചിട്ടുള്ള മെത്തഡോളജിയുടെ ഭാഗമായിട്ട് ഒരു 3 പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പത്രങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ പത്രവും നമ്മൾ ഈ പഠനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പത്രങ്ങൾ നോക്കുന്ന സമയത്ത് ചില സിമിലാരിറ്റീസ് എല്ലാവർക്കും കാണുവാനായിട്ട് കഴിയും. All the selected newspapers have given wide coverage of Iraq war for 26 days. 26 ദിവസം പത്രങ്ങൾ വളരെ വിപുലമായ വിപണനമാണ് നൽകിയിരിക്കുന്നത്, വിതരണമാണ് ഈ പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. നമ്പർ 2, മലയാള മനോരമ and the Indian Express have given greater coverage than the Times of India and the Hindu during the Iraq war. ഈ യുദ്ധങ്ങളൊക്കെ നോക്കുന്ന അവസരത്തില് ഇന്ത്യൻ എക്സ്പ്രസും മലയാള മനോരമയും മത്സരിച്ചാണ് അവര് വാർത്ത നടത്തിയിരിക്കുന്നത്, പത്രങ്ങൾ നടത്തിയിരിക്കുന്നത്. തനിയല്ല, ഡ്യൂറിംഗ് ദ വാർ മലയാള മനോരമ പബ്ലിഷ് 2 newspapers every day. 2 പത്രം വെച്ചിട്ട് വിതരണം ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവാം, നമ്മുടെ പത്രക്കെട്ടുകളിൽ ചിലപ്പോൾ കാണും 2 പത്രം മുഴുവൻ വാർത്താ ചിത്രങ്ങളോടുകൂടി അത് വിതരണം ചെയ്യുകയുണ്ടായി എന്നുള്ളത്. ദ ക്യാപ്ഷൻ ഓഫ് ദി കവറേജ് വാസ് വാർ, യുദ്ധം എന്നാണ് അവർ കൊടുത്ത അതിന്റെ കവറേജ് പറഞ്ഞത്. which includes 2 color pages in both newspapers. Meanwhile, the Indian Express provided 2-page supplement every day with the caption Gulf War. മനോരമ യുദ്ധം കൊടുത്തപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഗൾഫ് വാർ എന്ന് കൊടുത്തു. The Times of India and the Hindu have also given a bulky coverage of Iraq war. മത്സരിച്ച് തന്നെ പത്രങ്ങൾ അവരവരുടെ പേരിൽ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദു സപ്ലിമെന്റ് തന്നെയാണ് അവതരിപ്പിച്ചത്. നമ്പർ 3, all the 4 newspapers provided wide coverage of Iraq war with an intense interest. Therefore, the newspapers given the coverage of Iraq war on the first page itself with the banner headlines and large color photos. മലയാളത്തിൽ ഇവിടെ പത്രം ശ്രദ്ധിക്കാമെങ്കിൽ അത് ബാനർ ന്യൂസ് ആണ്. വലതുവശം മുതൽ ഇടതുവശം വരെയുള്ള വലിയ തലക്കെട്ടോടുകൂടിയാണ് അത് വന്നത്. All the 4 newspapers have given editorials about Iraq war. Among 26 days news coverage, Times of India and Indian Express have given more editorials
താണ്ടി അടക്കൂ. മത്സരിച്ചാണ് അവർ എഡിറ്റോറിയൽസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. In general, the selected newspapers were not providing any news sources except the Times of India. പ്രത്യേകിച്ച് അതൊരു പ്രത്യേക ഗവേഷണ പഠനങ്ങൾ തന്നെയാണ്. മലയാളത്തിലെ ഏത് പത്രം നോക്കിയാലും അവർ എവിടെ നിന്നാണ് സോഴ്സ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവതരിപ്പിക്കാറില്ല. പണ്ടും അങ്ങനെയാവാം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതേസമയം പല വൻകിട പത്രങ്ങളും അവർ ചെറിയതായിട്ട് ഒരു വാക്കിലോ ഒരു അക്ഷരത്തിലോ ഒരു കുറിപ്പിലോ ഇതിന്റെ സോഴ്സ് ഉപയോഗിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. This media coverage analyzes the following items in detail. Number 1, space coverage, number of news and photos, placement of first page news, headline, web article, editorial coverage. ഇങ്ങനെ അത് അനലൈസ് ചെയ്യാണ്. ഇതിൽ കൂടി നമ്മൾ നോക്കുന്നത് all these items were examined in order to see how the coverage have been influenced by cultural hegemony. ഈ പടത്തിനകത്തും ഈ വെബാറ്റത്തിനകത്തും ഈ ചിത്രത്തിനകത്തും എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടതെന്ന് നമ്മൾ നോക്കുകയാണ്. നമുക്ക് നോക്കാം. ടോട്ടൽ സ്പേസ് കവറേജ് ഓഫ് ദി സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ് 26 ദിവസത്തെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ മലയാള മനോരമ കൊടുത്തിരിക്കുന്ന കവറേജ് ഓർത്തിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാഖ് യുദ്ധം മാത്രമേ അന്നുള്ളൂ 26 ദിവസം. ഇന്ത്യയിലെ 100 പ്രശ്നങ്ങളുണ്ട്, കേരളത്തിലെ 100 പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വിസ്തൃതമാക്കിക്കൊണ്ട് തമസ്കരിച്ചുകൊണ്ട് പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി അത്ര വാർത്തകളും സിംഹഭാഗവും ചില പ്രത്യേക വാർത്തകൾക്ക് വേണ്ടി അന്നും തെരഞ്ഞെടുക്കുന്നു, ഇന്നും ഏതാണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. മലയാള മനോരമ മാത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ, ഹിന്ദു തന്നെ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് തന്നെ നോക്കണം. ഈ ദിവസങ്ങളിലെ വാർത്തകളുടെ ആ ഇടപെടൽ എന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സ് ആർ ഗിവൺ എ ഹ്യൂജ് amount of attention to the Iraq war with an average of 3 to 4 pages daily. നോക്കണം, 3 മുതൽ 4 വരെ, ചിലപ്പോൾ 5 6 വരാറുണ്ട്. 6 പേജസ് ആണ് ഇന്ത്യൻ മീഡിയ, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ന്യൂസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂസ് ഐറ്റംസ് കവേർഡ് ഇൻ ദ സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ്. അവിടെ വളരെ വ്യക്തമായിട്ട് എത്ര മാത്രം ന്യൂസ് ഐറ്റംസ് ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നത് നമുക്ക് മലയാള മനോരമ 37%, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് 26%, പോകുന്നില്ല. ടൈംസ് ഓഫ് %90% ആൻഡ് ഹിന്ദു 16. നോക്കണം, വാർത്തകളുടെ സിംഹഭാവം. ഇതിന്റെ അഡ്വർടൈസ്മെന്റുകളെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് എവിടെയാ വാർത്ത? ഇതിന്റെ കൂടെ എത്ര സമയം, എത്ര സ്പേസ് അഡ്വർടൈസ്മെന്റുകൾ മാറ്റി വെച്ചു. പിന്നെ ബാക്കി വാർത്തകൾക്ക് എല്ലാവരും കിട്ടുന്നത് 25 30 ഐറ്റം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. Each of these newspapers are provided news items, features, articles, editorials, columns, profiles of the 4 newspapers studied. Malayalam Manorama has published the largest number of Iraq war news items, and the Indian Express comes next. The Hindu was the least. ഒരു പത്രത്തെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അവരെന്നാൽ കഴിയുന്ന രീതിയിലാണ് ഇത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ആഘോഷിച്ചത് കവറേജ് എന്നുള്ളത് ചിലപ്പം ആഘോഷമൊന്നും കൊടുക്കേണ്ടി വരും. തന്നെയല്ല, നോക്കണം, ഇത് എവിടെയാ കൊടുത്തതെന്ന് അവിടെ പറയുന്നുണ്ട്. Times of India provided a special section in the international page with a special title on Gulf War II. Hindu published special pages on international page includes an extra page for the Iraq war coverage. The war. Malayalam Manorama covered the Iraq war with 2 newspapers every day with a special title Yuddham അല്ലെങ്കിൽ war. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഈ പത്രങ്ങൾ അവതരിപ്പിച്ച വാക്കുകളെ കുറിച്ച് വെബാറ്റ സ്റ്റഡീസ് ഒന്ന് നടത്തി. ഹിഗ്മണി അല്ലെങ്കിൽ ഡോമിനേഷൻ, വെസ്റ്റേൺ ഡോമിനേഷൻ എങ്ങനെയാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പത്രങ്ങൾ അവതരിപ്പിച്ച വാക്കുകൾ ശ്രദ്ധിക്കാം. നമ്പർ 1, ഗൾഫ് വാർ, ഇറാഖ് ഇൻവേഷൻ, ഇറാഖ് വാർ, യുദ്ധം. ഇതെല്ലാം നോക്കണം. So the intensity, the coverage, and it also alerts the public about the war news and the ideology involved in the newspapers. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അമേരിക്ക അവിടെ ഇറാഖിൽ നടക്കുന്നത് മാരകമായ യുദ്ധമാണ്, അവിടെ നടക്കുന്നത് മനുഷ്യാവകാശ നിഷേധ കാര്യങ്ങളാണ്, രാസായുധങ്ങളുണ്ട്. ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ചെറിയ വാർത്ത വന്നാലും പത്രങ്ങൾ എഴുതുന്നത് ഇത് ഈ സംഭവത്തോട്, ഇറാഖ് യുദ്ധത്തോടുകൂടി ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു വാക്കുകൾ കിട്ടി. ഭീകരാക്രമണം,
എവിടെയെങ്കിലും ഒരു കൊച്ചിന് ബോംബ് കിട്ടിയാൽ മതി, പത്രത്തിൽ 1-ാം പേജ് ഭീകരാക്രമണം, ഇവിടെ ഒരു ഭാര്യ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു മാവോയിസ്റ്റിന്റെ പേരിൽ 1-ാം പേജിൽ വൻകിട വാർത്ത. അതുകൊണ്ടൊക്കെ ഈ വാർത്തകളുടെ ഈ ഒരു സ്വാധീനം ഭയങ്കരമാണ്. ബാനർ ന്യൂസും ടോപ്പ് റൈറ്റും ടോപ്പ് ലെഫ്റ്റും ബോർഡും ഒക്കെ ഇതിനകത്തില് വലിയ പ്രാധാന്യം ഉണ്ടായി. നമുക്ക് നോക്കാം അടുത്തൊരു സ്ലൈഡ്. ദ ഫസ്റ്റ് പേജ് ഹെഡ്ലൈൻ കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ്. എങ്ങനെയാണ് ഇതിന് കവറേജ് കൊടുത്തത്? നമ്മൾ ഈ വാർത്തകൾ വിശകലനം ചെയ്ത അടിയിലോട്ട് വായിച്ചു പോകുന്നുണ്ടായി. ഹെഡിംഗ് ഒക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇതിന്റെ ഹെഡിമിണി നോക്കണം. ബാനർ ന്യൂസുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഹിന്ദു അതിന് 80% ടോപ്പ് ലെഫ്റ്റാണ്. ഹിന്ദു പത്രത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പത്രമൊക്കെ കാണാറുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റിലാണ് ഹിന്ദു വാർത്ത ടൈറ്റില് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ബാനർ ന്യൂസ് മലയാള മനോരമ ബാനർ ന്യൂസ് മനോരമയ്ക്ക് ഇപ്പോഴും താല്പര്യം ഈ ബാനർ ന്യൂസ് അവരുടെ ഒരു ഭാഗമാണ്. വലതു മുതൽ ഇടത് വരെ നിൽക്കുന്ന വലിയ വാർത്തകൾ നമ്മളെ മുഴുവൻ വീഴിക്കുന്നത് ഈ ബാനർ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനോട് ചേർന്ന് ഞാൻ പറയും, ഞങ്ങൾ ഈ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ വാർത്ത അയച്ചു വന്നിട്ടുണ്ടോ? ആ മൂന്ന് കോളം വാർത്ത, വെരി ഗുഡ്. പക്ഷെ ഓർത്തിരിക്കണം, ഇന്നത്തെ വാർത്തകൾ ഒരു ഭാഗം ഞാൻ പറയാം. സ്ത്രീകൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരണം. 3 കോളം ന്യൂസാണ്. യാക്കോബ സഭയുടെ ആത്മീയ സമാജത്തിലെ മീറ്റിംഗ് നടത്തുമ്പോൾ മലയാളത്തിൽ എഴുതിയ 3 കോളം ന്യൂസാണ്. സ്ത്രീകൾ ക്രിസ്തുവിന്റെ അനുകാരികളായി തീരണം. പടമുണ്ട്, വാർത്തയുണ്ട്, പ്രസംഗിക്കുന്ന മുഴുവൻ പേരുണ്ട്. ഇത് അടിസ്ഥാനപരമായി വിശകലനം ചെയ്യുമ്പോൾ നിഷേധ വാർത്തയാണ്. ഇതിന്റെ അർത്ഥം എന്തുവാ? സ്ത്രീകളാരും ക്രിസ്ത്യാനികളെ അനുകരിക്കുന്നവരല്ല. സഭയിൽ നീതിബോധം ഉണ്ടാവണം, പരിശുദ്ധ ഭാവം. അതിന്റെ അർത്ഥം എന്തുവാ? സഭയിൽ നീതിബോധമില്ലെന്ന. നമ്മൾ എഴുതി കൊടുക്കുന്ന വാർത്തകൾ ഇങ്ങനെ കവറേജിന് വേണ്ടി വളച്ചോടിച്ച് വക്രീകരിച്ച് അവർ താല്പര്യാനുസൃതമാണ് ഇടുന്നത്. എന്റെ സാധനമുണ്ട്. കഴിഞ്ഞ പ്രത്യേകിച്ച് പാത്രികീസ് ബാബ കേരളത്തിൽ വന്നപ്പോൾ പത്രങ്ങൾ അവതരിപ്പിച്ച ഹെഡ്ലൈൻസിന്റെ മാത്രം ഒരു കളക്ഷൻ ഉണ്ട്. പ്രസിദ്ധീകരിക്കാനുള്ള ഒരു അല്പം ഭയം കൊണ്ട് അത് കയ്യിലിരിക്കുകയാണ്. ഓർത്തിരിക്കണം, നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ലതാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് കോൺട്രിബ്യൂഷൻ തന്നെ സൃഷ്ടിക്കുന്ന വാർത്തകളാണ് എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. എഡിറ്റോറിയൽ കവറേജ് നോക്കുക. പത്രങ്ങൾ സ്ഥിരമായിട്ട് എഴുതുകയാണ്. ഈ എഡിറ്റോറിയലൊക്കെ നോക്കുന്ന അവസരത്തിൽ അവിടുത്തെ റിയാലിറ്റീസിനെ കുറിച്ചുള്ള അവരുടെ പ്രശ്നം, അവിടുത്തെ നിയമത്തെ കുറിച്ചോ ന്യായത്തെ കുറിച്ചോ മനുഷ്യാവകാശ ബോക്സിനെ കുറിച്ചൊന്നും അല്ല പത്രങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്. പത്രങ്ങളുടെ താല്പര്യം US വാർ, ഇറാഖ് റിയാലിറ്റീസ്, മീഡിയ വാർ, റോൾ ഓഫ് US, ഇറാഖ് ഓയിൽ, പോസ്റ്റ് വാർ ചലഞ്ചസ്. ഇറാഖ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, എങ്ങനെ യുദ്ധാനന്ത ഇറാഖിനെ സൃഷ്ടിക്കാം, ഇറാഖിലെ ഓയിൽ എങ്ങനെ രൂപപ്പെടുത്താം, എങ്ങനെ വിനിമയം ചെയ്യാം, ഇതൊക്കെയാണ് എഡിറ്റോറിയലിന്റെ ചർച്ചകൾ പറയുന്നത്. നോക്കണം, നോക്കിയാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച മുഴുവനും അമേരിക്കൻ യുദ്ധത്തെ കുറിച്ചാണ്. അമേരിക്കൻ യുദ്ധത്തെ നീതീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും ഇറാഖ് റിയാലിറ്റീസ് നോക്കിയേ, ഒന്നുമില്ല. റിയാലിറ്റീസ് ആർക്കും അങ്ങനെ താല്പര്യമില്ല. എഡിറ്റോറിയൽ അയാൾക്ക് എഴുതാനായിട്ട് എന്ന് ഓർത്തിരിക്കണം. The analysis of the editorials, main themes are related to the US war, Iraq realities, media war, role of UN, Iraq oil, and the post-war challenges of the Iraq. ചില ഫോട്ടോകൾ നമുക്ക് നോക്കാം. ടോട്ടൽ ഫോട്ടോസ് ഫ്രം ദി സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ്, ഫോട്ടോ കവറേജ് ഓഫ് ഇറാഖ് വാർ നോക്കണം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കഴിഞ്ഞു. ആ ഗ്രാഫ് ശരിക്ക് വ്യക്തമായി അവതരിപ്പിക്കുന്നു. മലയാള മനോരമ 57% വാർത്തകൾ അവതരിപ്പിക്കുന്നത്. സ്പേസ് അവിടെയില്ല, അക്ഷരം മാത്രം ഫോട്ടോസാണ് അവിടെ അവതരിപ്പിച്ചിരുന്നത്. ഫോട്ടോകളിൽ കൂടിയുള്ള ദൃശ്യങ്ങളാണ്. ഓർത്തിരിക്കണം, ആരുടെ ഫോട്ടോയാണ്. ഓരോ ഫോട്ടോയും പ്രധാനപ്പെട്ട കടം കൊടുത്തിരുന്നത് ആരുടെ ആയുധമാണ്, ആരുടെ കണ്ണാണ്, ആരുടെ വീക്ഷണമാണ്, ഏത് ആയുധമാണ് അവതരിപ്പിക്കുന്നത്, ആര് കൊടുത്ത പടമാണ്. അതാണ് നമ്മൾ എത്രമാത്രം ചിന്തിക്കുകയും കൊള്ളാം, പടം കൊള്ളാം. ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ വെടിയേറ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ ആ പടം തന്നെ അവരുടെയായിരുന്നു. പട്ടാളക്കാര് സംരക്ഷണം നൽകുന്ന ചിത്രങ്ങളാണ് പലതും. അത് പ്രത്യേകം പഠിക്കാൻ കൊള്ളാവുന്നത്. മനോരമ കൊടുത്ത പടങ്ങളുടെ പ്രത്യേകതകളോ അമേരിക്കയെ അല്ലെങ്കിൽ പട്ടാളത്തെ അല്ലെങ്കിൽ എംബഡഡ് ജേർണലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചിത്രങ്ങളുമാണ്. പട്ടാളക്കാര് ഭക്ഷണം കൊടുക്കുന്നു, പട്ടാളക്കാര് ഇങ്ങനെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ചിത്രങ്ങൾ, US വാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിത്രങ്ങളാണ് പലതും അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പിക്ചേഴ്സ് were mostly action photos of the warfare content
വളരെ ആക്ഷൻ ഫോക്കസ് ആണ് അവർ പലതും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ദൃശ്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ പഠനം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാര്യം അധികം പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശകലനത്തിലേക്കാണ് പോകുന്നത്. ഈ പഠനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പത്രത്തിന്റെ പൊളിറ്റിക്സ് എന്താണ്? വസ്തുതല ഈ പഠനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ല, പൊളിറ്റിക്സ് ഓഫ് മീഡിയ ആണ്, മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പഠനം തന്നെ, ഒരു ശാഖ തന്നെ വളർന്നു വരേണ്ട ഒരു സമയമായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഓരോ പത്രത്തിന്റെ രാഷ്ട്രീയം, ദേശാഭിമാനിയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ മനോരമയുടെ രാഷ്ട്രീയം, മാധ്യമത്തിന്റെ രാഷ്ട്രീയം, ഓരോ പത്രത്തിന്റെ രാഷ്ട്രീയ പഠനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇറാഖ് വാർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഈ ന്യൂസ് അനാലിസിസ് നോക്കുമ്പോൾ ഇത് വെളിപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമല്ല. ഈ പഠനങ്ങളെല്ലാം അമേരിക്കയുടെ പ്രോ യൂസ് ശബ്ദവും ദൃശ്യവും ചിത്രങ്ങളുമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. പ്രോ ഇറാഖ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ന്യൂട്രൽ അംബിഗ്യൂസ് ഇതിനോട് ചേർത്ത് വെച്ചതാണ്. മലയാള ആ പ്രോ ഇറാഖ് നോക്കി, അമേരിക്ക നോക്കി, ന്യൂട്രൽ നോക്കി, ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ മലയാള മനോരമയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിലും വ്യക്തമായ അഭിപ്രായ സ്വാതന്ത്ര്യത, ദുരൂഹത സൃഷ്ടിക്കുന്ന, അവിടെയാണോ അവിടെയാണ്, ഇവിടെയാണോ ഇവിടെയാണ്, അവ്യക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇറാഖ് യുദ്ധത്തെ സമീപിച്ചത്. നോക്കണം, നമ്മൾ കാണുമ്പോൾ ഇറാഖ് യുദ്ധത്തിലെ വലിയ ചിത്രങ്ങളാണ്, വലിയ വിശകലനങ്ങൾ. രണ്ട് പത്രങ്ങൾ അവതരിപ്പിച്ചു. പടം ഇറാഖിനെയാണ് സപ്പോർട്ട് ചെയ്തത്, അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്തത്. അമേരിക്കയും വേണം, ഇറാഖും വേണം. ഇറാഖല്ല നമുക്ക് മലയാളത്തിൽ നിൽക്കുന്നത്. ഇറാഖിനോട് ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഇവിടുത്തെ സാമ്പത്തിക ക്രമത്തെയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയും നിലനിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഓയില്. അതുകൊണ്ട് ഇറാഖിനെ തള്ളാനും പറ്റത്തില്ല, അമേരിക്കയെ കുത്തും തള്ളാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനം അവിടെയുമല്ല ഇവിടെയുമല്ല എന്നൊരു വിശകലനമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. Vigorous and neutral style of news coverage keeps the public in clarity of understanding the policy of the newspaper, and it becomes obvious that there are marketing reasons behind it. This has almost become the consistent of inclination of regional newspapers in India with the capitalist nature. എന്തുകൊണ്ടാണ് അവിടെയില്ലേ ഇല്ല എന്ന് അത് നിലനിർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. നോക്കണം, the verbatim of the first page captures clearly carried the ethos and air of the hegemony of the Western media, while the dominant character and bias of the influential West become visibly reflecting through it. നോക്കണം, അതുകൊണ്ട് വേറൊരു പറഞ്ഞ ഈ പൊളിറ്റിക്സ് ഓഫ് മീഡിയ എന്ന് പറയുന്നത് ചേർന്നിരിക്കുന്നതാണ് മീഡിയയുടെ ബയാസ്, മാധ്യമങ്ങളുടെ പക്ഷപാതം. അതും പഠനത്തിന് അവതരിപ്പിക്കുന്നത്. അത് ദൃശ്യം കൊടുത്താലും ശബ്ദം കൊടുത്താലും കവറേജ് കൊടുത്താലും ആർവോളം കൊടുത്താലും അതിന്റെ പിന്നിൽ ഒരു പക്ഷപാതമുണ്ട്. ആ പക്ഷപാതം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമ്മുടെ വാർത്ത വന്നു, നമ്മുടെ പടം വന്നു, നമ്മുടെ പേര് വന്നു, വെരി ഗുഡ്, അവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു കണ്ണെന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. The headline analysis shows the prominence given to US dominated teams rather than the voice of the suffering people in Iraq. ഇതിന്റെ വിശകലനത്തിലെ സമാപനത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അതുകൊണ്ട് ഈ പഠനത്തിനകത്ത് പറയുന്ന ചില പ്രധാന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. The content analysis of these newspapers reveals that they have provided a very wide coverage of the Iraq war. The extensive coverage of Iraq war was vehemently impacted by both English language newspapers and regional language newspaper. All the selected newspapers project the significance of the Iraq war propaganda in the Indian media. Indian newspapers have given a huge amount of attention to the Iraq war with an average of 3 to 4 pages daily during the 26 days of the initial phase of the Iraq war. The space coverage includes news reports, analysis and photography regarding Iraq war. The analysis of the newspaper headings reveal the domination of US-related themes in molding the titles for public consumption. US-oriented titles
ഇവര് അവതരിപ്പിച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. The study reveals that the coverage of the Iraq war in Indian media based on the selected 4 newspapers was considerably in favor of the US position regarding the Iraq war. The facts and figures help one to reasonably arrive at the conclusion that the national English newspapers were highly favorable to providing US-related information and content. It is clear in course of observation that the media have formed a league with Washington, Pentagon, and embedded news sources. This could certainly be the result of globalization and the cultural hegemony of global media. The majority of the first page main titles reflect the hegemonic approach of the global media coverage on Iraq war. The coverage analysis of the Iraq war in Indian media reveals the propagation of the hegemony of the US and its allies. Thus, the Indian media, whether it is national or regional, demonstrates the ideologies of markets, capital, and power. For English and regional language newspapers disseminated hegemonic interest in the war rather than voicing the suffering of the Iraqis. Cultural hegemony of the Iraq war coverage appears to have considerably affected the public discourses on war and terrorism. Thus, Indian media still functions as a powerful tool of hegemony, particularly in the age of globalization. ആഗോളവൽക്കരണത്തിനെയും നവമാധ്യമ സംസ്കാരത്തിനെയും പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യയിലെ ശബ്ദ ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാം തന്നെ യാന്ത്രിക ഘടനയും വിനിമയ ഘടനയും രാഷ്ട്രീയ ഘടനയും പാശ്ചാത്യ രാജ്യത്തിന്റെ വൻകിട കമ്പോള മാധ്യമങ്ങളുടെ വക്താക്കളായിട്ടിരിക്കുന്നു എന്നാണ് ഈ പഠനം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ പോൾ മണലിൽ, ഇന്ന് പ്രസന്റേഷൻ നടത്തുന്ന ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ബഹുമാന്യരായ അച്ഛന്മാരെ, പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇത് വളരെ അനൗപചാരികമായിട്ട് ആണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ പരിപാടികളും അങ്ങനെയാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇന്ന് അത്ര സൗകര്യമുള്ള ദിവസമല്ലായിരുന്നു, ശനിയാഴ്ച ഉച്ച കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഇട ദിവസത്തിന്റെ വൈകിട്ടൊക്കെയാണ് പരിപാടികൾ നടത്തുന്നത് എല്ലാവർക്കും വരുന്നതിന് വേണ്ടി. ഒരു 25-30 പേരെ നമ്മൾ ധാരാളം അത് മതിയാകും ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ച ആഫ്റ്റർനൂൺ പല കാര്യങ്ങളിൽ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ യൂത്തിന്റെ മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞപ്പോഴാണ് തിരുവേദി വരുന്നത്. അതുകൊണ്ട് ആളെ കൊണ്ടുപോയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, നമുക്ക് സമയത്തിനത് നടക്കണം. ഞാൻ ഒരുപാടൊന്ന് സൂചിപ്പിക്കുന്നത്, ഇവിടെ ആദ്യമായിട്ട് വരുന്ന ചില ആളുകൾക്കാണ് ഈ സോമന ഓർത്തഡോക്സ് അക്കാഡമി ഫോർ റിസർച്ച് ഇൻ തിയോളജി ആൻഡ് കൾച്ചർ ഒരു ഗവേഷണ കേന്ദ്രമായിട്ടും വേദശാസ്ത്രവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കേന്ദ്രമായിട്ടും വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രത്യേകമായ ശ്രദ്ധയും കരുതലും ഇതിനുണ്ട്. നമ്മുടെ ദയറായുടെ അഭിനന്ദിയ കാലം ചെയ്ത അഭിനന്ദന യുവനസ് തിരുമേനിയുടെ അനുഗ്രഹം തിരുമേനി ഈ രീതിയിൽ അല്ല അത് കണ്ടതെങ്കിൽ പോലും തിരുമേനിയുടെ അനുഗ്രഹം ഇതിന്റെ പുറകിൽ ദയറായുടെ പൂർണ്ണമായ പിന്തുണയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഉദ്ഘാടനമോ പരസ്യമായ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണമോ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. എങ്കിലും പല പരിപാടികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ തിയോളജിയും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 5 മീറ്റിങ്ങുകൾ നമ്മളിവിടെ നടത്തി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളും അത് വൈദികരോ അവൈദികരോ ആകാം, അവര് വേദശാസ്ത്രത്തിലോ ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഡോക്ടറൽ ഗവേഷണം നടത്തി ഒരു ഡിഗ്രി എടുക്കുമ്പോൾ അതിവിടെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു പോളിസി നമ്മുടെ എടുത്തിട്ടുണ്ട്. അതിന് ആദ്യത്തെ നടന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജോജി ജോർജ് റോമിൽ നിന്ന് പാസ്സായി വന്ന അച്ഛൻ്റെതായിരുന്നു. വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഉണ്ടായത് നമ്മുടെ കരിങ്ങാട്ടിൽ അച്ഛൻ്റെ തീസിസ് MG യൂണിവേഴ്സിറ്റിയിൽ ഡിഫെൻഡ് ചെയ്തു.
സക്സസ്ഫുൾ ആയിട്ട് അച്ഛൻ അത് പൂർത്തീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ ഒരു അംഗീകാരം അതിന് ആവശ്യമാണ്. നമ്മുടെ അറിവ്, അച്ഛൻ ചെയ്ത കാര്യങ്ങള് നമ്മുടെ ജനങ്ങളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് കൾച്ചറൽ ഡോമിനേഷൻ ദ ഇന്ത്യൻ മീഡിയ എന്നുള്ളതാണ് അച്ഛന്റെ വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മാധ്യമം എന്നുള്ള വാക്ക് തന്നെ മീഡിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനെയാണ് മീഡിയേറ്റ് ചെയ്യുന്നുള്ള ചോദ്യം ഉടനെ വരും. ചിലപ്പോൾ മാധ്യമം തന്നെ സന്ദേശമായി മാറും എന്ന് പണ്ട് മാർഷൽ മക്ലുഹാൻ പറഞ്ഞതുപോലെയൊക്കെ അത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. മാധ്യമരംഗത്ത് പരിചിതരായ നമ്മുടെ സീനിയർ ഫ്രണ്ട്സ് പലരും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ച ഇതിന് ശേഷം ഉണ്ടാകും. അച്ഛനെ പവർ പോയിന്റ് ഉപയോഗിച്ചായിരിക്കും പ്രസന്റേഷൻ നടത്തുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും അഭിമാനവും അച്ഛൻ ഈ ഡോക്ടറൽ തീസിസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായതിൽ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രകടിപ്പിക്കുന്നു. നമുക്ക് ഒരു സന്തോഷം. നമ്മുടെ അഭിനന്ദി പോളിക്രബോസ് തിരുമേനി സ്വയം തീരുമാനിച്ച് ഇത് സംബന്ധിക്കാനായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്കൊരു അനുഗ്രഹമാണത്. ഇവിടെ സാധാരണ വിശുദ്ധ ബാബാ തിരുമേനി തുടക്കത്തിൽ വന്നു എന്നോ ഒഴിച്ചാൽ തിരുമേനിമാരെയൊക്കെ നമ്മൾ അറിയിക്കുമെങ്കിലും അവരുടെ ബഹുകാര്യ വ്യഗ്രത കൊണ്ടും മറ്റും അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. തിരുമേനി പല ചുമതലകളുണ്ടെങ്കിലും അതിനിടയ്ക്ക് ഇവിടെ വന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. അഭിനന്ദിയ പോളിക്രബോസ് തിരുമേനിയെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പോൾ മണലിൽ നമുക്ക് അപരിചിതരല്ല. മലയാള മനോരമയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സ്വന്തം മുദ്ര പതിപ്പിച്ച ഒരു ജേർണലിസ്റ്റ് ആണ്, എഴുത്തുകാരനാണ്. അദ്ദേഹവും ഡോക്ടറേറ്റ് ഡിഗ്രി കഴിഞ്ഞു എങ്കിൽ അത് എപ്പം നേരത്തെയായി നമ്മുടെ ഈ സംവിധാനം ഉണ്ടാകുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്തതെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അതിനോട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കിവിടെ നടത്തണം. ഡോക്ടർ പോൾ മണലിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, നമ്മുടെ ജോസഫ് അലക്സാണ്ടർ സാർ ഇതിന്റെ ഒരു വലിയ താല്പര്യക്കാരനാണ്. സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എല്ലാവരെയും അറിയിക്കുകയും വീട്ടിലെത്തുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മുടെ യുവതലമുറയുടെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയും. കരിങ്ങാട്ട് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ചില്ലെങ്കിൽ എപ്പോഴെങ്കിലും സൂചിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാധ്യമങ്ങളിലൂടെയാണ് പുതിയ ഒരു സംസ്കാരം കരിപിടിപ്പിക്കപ്പെടുകയോ ഒരു സംസ്കാരം നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. വളരെ നിർണായകമായ സ്ഥാനം അതിനുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അഭിനന്ദിയ തിരുമേനിക്ക് ഒരു പക്ഷേ ഇടയ്ക്ക് പോകേണ്ടി വരുമ്പോൾ തിരുമേനി ഒരു അനുഗ്രഹവാക്ക് ഒരു വാക്കെന്ന് പറഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നടത്തിയ മറ്റു സഹോദരങ്ങൾക്കും എന്റെ സ്നേഹമാണ്. വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അമ്പാടിയിൽ കോൺഫറൻസ് കഴിഞ്ഞ് ഇന്ന് ഇവിടെ ഒന്ന് കയറി പോകുന്നത് 2 കാരണങ്ങളുണ്ട് ഇവിടെ വരാനുണ്ടാകുന്നത്. ഒന്ന്, അച്ഛൻ നടത്തുന്ന അക്കാഡമിയുടെ പേരിൽ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല പരിപാടികളും നടക്കുന്നു KM ജോർജത്തിൽ. അതെന്താണെന്ന് നീതിയൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കേട്ടാ പോരായെന്ന് വിചാരിച്ചു. ഒന്ന്. രണ്ടാമത്, പല രീതിയിലും ഒത്തിരി അടുപ്പമുള്ള ഒരു അച്ഛനാണ് കരിങ്ങാട്ടിലെ അച്ഛൻ. അച്ഛന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടൊന്ന് വിളിച്ച് അഭിനയിക്കാൻ കുറച്ച് ആവശ്യം. അതുപോലെ പിന്നെ ഇവിടെ ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ടെന്നും കേട്ടു. എന്നാൽ പിന്നെ വന്ന് കണ്ട് അഭിനന്ദിച്ച് അനുമോദിച്ച് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അച്ഛന്റെ KM ജോർജത്തിന്റെ ഈ സോപാനം സൊസൈറ്റിയുടെ പേരിൽ നടത്തുന്ന ഈ കാര്യങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരിങ്ങാട്ടിലത്തിനെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മാധ്യമം മനുഷ്യനെ ഒത്തിരി സ്വാധീനിക്കുന്ന കാലമാണ്. അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സമൂഹത്തിന് കഴിയാത്തക്കവണ്ണം ഇടയാക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ ചർച്ചകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ പലപ്പോഴും പലരും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തോന്നാറുണ്ട്. പരസ്യമായി പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് കുറെ പേര് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് അച്ഛന്റെ തീസിസ്
അതിനെക്കുറിച്ചുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പകർന്നെടുക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിപരമായ കാര്യങ്ങളെ ചർച്ച താമസിച്ചു പോകും. ഞാൻ വെച്ച് നീട്ടിയാൽ അതുകൊണ്ട് കരിങ്ങാട്ടിലേക്കും പിന്നെ ഇന്ന് വിളിക്കുന്ന ആളുകൂടെ നല്ല ഫോട്ടോന്റെ ലേഖനങ്ങൾ മിക്കവാറും ഞാൻ വായിക്കണം. എനിക്ക് തോന്നുന്ന തിരുവേനിമാർ വിളിച്ച് എല്ലപ്പോഴും ഒരു അഭിനന്ദനം അറിയുന്ന ആരാ കാണുന്നത്. അനുദിനം നമ്മുടെ മാധ്യമങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒരു ലോകത്തിന്റെ ഭിന്നാപുര കാഴ്ചകൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിലൂടെ അവതരിപ്പിക്കുന്നത്. വളരെ ചലനിങ് ആയിട്ടുള്ള സന്ദേശമായിരുന്നു എല്ലാവരും സമ്മതിക്കും. ദീർഘമായ ഒരു പ്രബന്ധത്തിന്റെ അവതരണം കുറച്ച് സമയം കൊണ്ട് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ലോക സംസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ക്രിസ്ത്യനുമായ ജീവിത ശൈലിയും ഒക്കെയായിട്ട് ഇതിനെ എങ്ങനെയാണ് ബന്ധപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ ധാർമ്മികവും ആധ്യാത്മികവുമായ നമ്മുടെ വെല്ലുവിളികളും ചോദ്യങ്ങളൊക്കെ ഉയർത്താൻ സാധിക്കും. ഞാൻ 2008 വയനാട്ടിൽ വന്നപ്പോൾ ഇതിന്റെ കറങ്ങില്ല പരിപാടി കട്ട് ചെയ്ത് ഓടി വരാൻ കാരണം ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ പ്രാധാന്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് കല്യാണത്തിനോടുള്ള പുതിയ നയങ്ങളൊന്നും പറയാം. ഈ വിഷയത്തെ പറ്റിയുള്ള പിന്നെ അച്ഛനെ പറ്റിയുള്ള എന്റെ ഒരു അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തിയറി ആൻഡ് പ്രാക്സിസ്. ആ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് അത് നഗരസഭ മാസികകളെ അപ്ലൈ ചെയ്ത് ഭംഗിയായിട്ടും ഇപ്പൊ 625ഓളം ക്രൈസ്തവ പബ്ലിക്കേഷൻസ് എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ നടക്കുന്നുണ്ട്. എല്ലാം കൂടെ കൂടി 1,00,000 കുറവേ സർക്കുലേഷൻ ഉണ്ട്. അതാ വേറുണ്ടാക്കി അതില് ഈ മാസികകൾ എല്ലായിടത്തും കവർ ലിസ്റ്റിന്റെ അനന്തര 3-4 PhD വർക്ക് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അതൊരു വേറെ വിഷയം. അതുപോലെ കൽപ്പവിച്ച അച്ഛന്മാരൊക്കെ റോമിൽ വന്ന ഒരു ഫാദർ ഡോക്ടർ ശ്രാമിക്കൽ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ പ്രസിദ്ധീകരണം ജോലിയാണെന്ന് അറിയാൻ പറ്റുന്നത്. പക്ഷേ മലങ്കൃഷ്ണ മാസികയുടെ കാര്യത്തിൽ കഴിഞ്ഞിരിക്കുന്ന റെവല്യൂഷൻ വളരെ ഭംഗിയായിട്ട് വളരെ നന്നായിട്ട് ആ മാസിക വിരളപ്പെടാനും മനസ്സിലാക്കാൻ പോലും അത് ഇവൻ വനിത പോലെ ഞാൻ കൺഫസ് ചെയ്യാണ്. മലയാളികൾ നിർത്തിയെന്ന് വിചാരിക്കുന്നു. വനിത പോലും മലയാളം പോലും എന്റെ വൈഫിന് എന്റെ മകൻ ന്യൂയോർക്കർ എന്ന് പറഞ്ഞ മാസിക വരുത്തി കൊടുക്കുന്നു. ഞാൻ പോയി ഒന്നെടുക്കാൻ റാപ്പർ പിടിച്ച് എടുക്കാൻ വൈഫ് പറയാം തൊട്ടുപോയത് എന്നെ മുന്നേ നിങ്ങളൊക്കെ വനിത വായിക്കുന്നവരാണ്. അല്ല അങ്ങനെ ഒരു തലമുറയുണ്ട്. അതുകൊണ്ട് അതിന് കിടന്ന് ഇങ്ങനെ വിഷമിക്കുമ്പോ ഈ നമ്മൾ പറയുന്നത് ഇവിടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ ചില പോയിന്റ്സ് എന്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാല് മലയാള മനോരമ യുദ്ധം ഗ്ലോബൽ ഇറാൻ ഇറാഖ് യുദ്ധം രണ്ടുണ്ട്. ഫേസ് 1 ഫേസ് 2. ഫേസ് 2 ആണ് ചർച്ച ചെയ്തത്. ആദ്യത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇറാഖ് കൗണ്ടർ അറ്റാക്ക് കഴിഞ്ഞിരിക്കുക വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മലയാളികളുടെ ഇൻട്രസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ അവിടെ കിടക്കുന്നത് മലയാളത്തിന്റെ കവറേജ് മനോരമയുടെ കവറേജ് മോശമാണെന്ന് ഞാൻ പറയുന്നത്. നല്ല കവറേജ് മാത്രം കവറേജ് ആയിരുന്നു. അപ്പൊ അവരെ യാഷ്ടിക്ക് കൊടുക്കുന്ന കൂടുതൽ മലയാളികൾ എവിടെയാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അങ്ങനെ വന്നപ്പോൾ അത് വെന്റലി എക്സ്ട്രീം മലബാറിലാക്കുന്ന മുസ്ലിംസ് കാറ്റഗറി എന്ന പത്രത്തിൽ ഇറാഖ് അടിച്ചു കയറുന്നതിന് കണ്ടിക്കും ഇവിടെ ഇറങ്ങിയ മലയാള മനോരമയിൽ അമേരിക്ക അടിച്ചു കയറുന്നു എന്ന് പറഞ്ഞ് കണ്ടിക്കും വന്ന ഒരേ ദിവസം ഞാൻ അതാണ് പറഞ്ഞത്. അതായത് അത് ഞാൻ എടുത്തു ഒരേ ദിവസം. അപ്പൊ അങ്ങനെയൊരു ട്രാജിക് സിറ്റുവേഷൻ നമ്മളിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വായനക്കാരെന്ന നിലയിൽ ഈ പത്രം നിർത്തണം. എന്റെ ഒരു സിസ്റ്ററിലോ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് വേണ്ടായില്ല എനിക്കത് പറഞ്ഞു. ഞാൻ 30 വർഷമായിട്ട് പത്രം വായിക്കുന്നത്. എനിക്ക് എന്നാ വേണ്ടി ഓരോ തവണ വരുമ്പോഴും സൗന്ദര്യം കൂടിയില്ല. പത്രം വായിക്കുന്നത് 20 വർഷമായിട്ട് വായിക്കുന്നില്ല. തന്നെ കുഴപ്പമില്ല. നമ്മൾ ഒരു ടിവിയുടെ വിവരങ്ങൾ അറിയുന്നുണ്ട്. പത്രം വായിച്ചില്ലെന്താ കുഴപ്പം. ഇപ്പൊ മനോരമ ഞാൻ മനോരമ പറയുകയും ഞാൻ മനോരമ വായനയുടെ അഭിവൃദ്ധിക്ക് വിഷയം വിധേയനാകുകയും ചെയ്ത ഒരു തിയറി ഈ ചരമക്കോളം വായിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യർ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു എഡിറ്റോറിയൽ ട്രെയിനിങ്സിനുള്ള ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞു. അത് മാനേജ്മെന്റിന്റെ മുമ്പിലെത്തിയത് അത് സത്യം ശരിയല്ലേ. വാർത്ത ചെയ്യാനായിട്ട് ടി വി ഉണ്ടല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് വെക്കുകയാണെങ്കിൽ എറണാകുളം ടി വി അത് വായിച്ചാൽ നോക്കിയാലോ. അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടറിന് ശേഷം നിലവിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ മൊബൈൽ.
മൊബൈലുകൾ നോക്കിയാൽ ഞാൻ മൊബൈലിലേക്ക് എല്ലാം പണ്ട് ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകും. അതിന്റെ ആവശ്യമില്ല. ഇത് കളിക്കാം. 1-2 പേര് ഓരോ പേരിലും കളിക്കാം. എന്റെ പിള്ളേരൊക്കെ വന്ന് 2 പേരിലും കളിക്കുന്ന ചെറിയ മൊബൈല്. അത്ര സ്പീഡിലായിരിക്കും. നമ്മൾ ഒക്കെ ആ കാലഘട്ടത്തില് ഞാൻ 3 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് നടന്ന ഹേ ലിറ്റററി ഫെസ്റ്റിവലിൽ BBC-യുടെ നിക് ഗോവിങ് എന്ന് പറയുന്ന പ്രസന്റ് ചെയ്യുന്ന ആളാണ്. വലിയ വലിയ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് പ്രസന്റ് ചെയ്യുന്ന ആളാണ് നിക് ഗോവിങ്. ഇനി നിങ്ങൾ BBC ഓർക്കണം. അയാൾ വന്ന് ഈ ട്രിവാൻഡ്രത്ത് വന്ന പ്രസന്റേഷനിൽ അയാൾ പെട്ടെന്ന് പോക്കറ്റിൽ മൊബൈൽ എടുത്തത്. ഇതാണ് ജേർണലിസ്റ്റിന്റെ ഏറ്റവും വലിയ പവർഫുൾ ആയുധം. ഞാനിപ്പം റംഗൂണിൽ പോവുക. റംഗൂണിൽ റെവല്യൂഷൻ നൊബേൽ സമ്മാനം കിട്ടിയ ആളിന് സപ്പോർട്ട് ഇറക്കി കൊണ്ടുവന്നതെല്ലാം ഈ ന്യൂ മീഡിയ മൊബൈലാണ്. മൊബൈൽ കൊണ്ട് തന്നെ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മറ്റു ആയുധങ്ങളോ പേനയോ പെന്നീസ് മെയ്റ്റ് സോഡ് ആൾക്ക് പോയി. അതൊക്കെ പണ്ടാരോ ആരും പറഞ്ഞു പെന്നീസ് മെയ്റ്റ് സോഡ്. അച്ഛനെല്ലാം കാണാൻ പീറ്റർ ആർമിറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഗൾഫുകാരിൽ ആദ്യം CNN വേണ്ടി ലൈവായിട്ട് നമ്മുടെ അടുക്കളയിരുന്നു TV ഉണ്ടെങ്കിൽ അടുക്കളയിരുന്നു ഇറാഖ് വാർ കാണുന്ന നമ്മുടെ വീട്ടമ്മമാരുണ്ടായിരുന്നു. കാരണം CNN വേണ്ടി ലൈവായിട്ട് യുദ്ധം വെടിപൊട്ടുന്നു, ആളുകൾ ചാകും, ഓടിപ്പോകും. കാരണം വിയറ്റ്നാമിൽ അത്രയും ഒന്നുമില്ലായിരുന്നു. വിയറ്റ്നാമിൽ എന്റെ മെമ്മറിയിൽ ഇപ്പൊ നിൽക്കുന്ന ഒരെണ്ണം ഒരു പെൺകുട്ടി, വിയറ്റ്നാമീസ് പെൺകുട്ടി വസ്ത്രമൊന്നുമില്ല, ബോംബ് വീണ് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ പിന്നെ അമ്മ ബോംബാണ് ഓടിപ്പോകും, പെൺകുട്ടി ഓടിപ്പോകുന്നു. പിന്നെ ബ്രിട്ടീഷുമാരും കിട്ടിയത് അവിടെ. ആ കുട്ടി അവസാനം അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്ത് ഡോക്ടറായി. അപ്പൊ അവരുടെ പഴയ പടവും ഇപ്പോഴത്തെ പടവും കാണിച്ചിട്ട് ഏതോ ഒരു മാക്സിമം ടൈമാസിലും ഒരു ലേഖനം ഉണ്ടാകും. അപ്പൊ അത്ര ഭീകരമാണ്. ഞാൻ ഈ ഒരു വിയറ്റ്നാമിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാരി കണ്ടു. ഞാൻ വയനാട്ടിൽ പോയപ്പോ അവിടെ സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ വലിയ സ്ഥാപനം 17 വർഷമാണ് റിസർച്ച് നടത്തുക. അങ്ങനെയുള്ള ഇവിടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരായിട്ടുള്ള വിഷയങ്ങളെ പറ്റി റിസർച്ച് ചെയ്തത്. 40 പേര് അവിടെ കേസ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഞാൻ കണ്ടു ഒരു അമേരിക്കൻ ലേഡി, അവരുടെ പേര് കാന ലിറ്റിൽ, CANALITTLE. അവർ ഡെൻവറിൽ നിൽക്കുന്ന സാർ. ഞാൻ ചോദിച്ചു എവിടുത്തെ ഇവിടുത്തെ വരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നത് മോർണിംഗ് ഡെൻവർ. ഫാദർ മടിച്ച പറയുന്നത്. എന്റെ ഫാദർ ഒരു ഫൈറ്റർ പൈലറ്റായിരുന്നു വിയറ്റ്നാമിൽ. അവിടെ ബോംബ് 10 പേരെ കുറഞ്ഞ ആളാണ് ഫാദർ. അതുകൊണ്ട് ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിലെ പരിപാടിയെല്ലാം അമേരിക്കയിൽ വിയറ്റ്നാമിൽ പോയിപ്പോൾ ഒരു NGO സ്ഥാപിച്ചിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. പാരഡോക്സിക്കൽ സിറ്റുവേഷൻ. അങ്ങനെ പോയി അച്ഛൻ ചെയ്ത് കൊടുക്കുന്നതിന് പാപപരിഹാരാർത്ഥം അവിടെ പോയി വർക്ക് ചെയ്യും. അവരൊരു പുതിയ സ്ഥാനം പിടിച്ചു. അതുകൊണ്ടാണ് വയനാട്ടിൽ വന്നത്. വയനാട്ടില് ഈ കാപ്പിയുടെ ഹസ്കുണ്ട്. ഹസ്ക് വയനാട്ടിലെ എല്ലാവരും പ്രോബ്ലം ഉണ്ടല്ലോ, കിട്ടുന്നില്ല. കാട്ടിൽ കയറ്റാനായിട്ട് വിറക് ശേഖരിക്കാൻ കാട്ടിൽ കയറാനായിട്ട് ആദിവാസികളെ ഫോറസ്റ്റുകാരെ സമ്മതിക്കുന്നില്ല. LPG ഷോർട്ടേജ് ഇതെല്ലാം വന്നപ്പോൾ അവർ പരിഹാരം കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ കാട്ടിട്ട് ഇത്രയും നീളമുള്ള സാധനത്തിൽ സ്റ്റീൽ കൊണ്ടുള്ളൊരു അതിനകത്ത് ഈ കാപ്പിത്തൊലി കൈകൊണ്ട് കാപ്പിത്തൊലി നമുക്ക് കളിപ്പിച്ച് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുകയാണ്. ഇലക്ട്രിക്കൽ ഒരിക്കലും ഒരു മോട്ടോർ സൈക്കിളിന്റെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പവർഫുള്ളായിട്ട് ആവി വന്ന് വെന്ത് മുഴുകി അതിന്റെ മുകളിൽ വിറക് വെച്ച് പാചകം ചെയ്യാൻ പറ്റും. LPG-യുടെ 3 ഇരട്ടി പവർ. അത് ഇവിടെ പ്രചരിപ്പിക്കാനായിട്ട് അവർ വന്നിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ കമ്മിറ്റികളുള്ള സ്ത്രീകളുണ്ട്. അത് അവർക്ക് വന്നിരിക്കുന്ന ആദിവാസികളിൽ 100 പേരോളം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ കാർഡ് മേടിക്കുന്നു, ഫോട്ടോഗ്രാഫ് മേടിക്കുന്നു. അതൊന്നും വീടൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. അത്ര വളരെ നമ്മുടെ നാട്ടില് അവര് പറഞ്ഞു ഈ തീയുടെ ചണ്ടി തമിഴ്നാട്ടുകാരോട് ചായയാട്ടം കണ്ടത് ഒരു തീയുടെ ചണ്ടി ഉപയോഗിച്ചിട്ട് ഇത് തന്നെ ചെയ്യാം. ഞാൻ തീയടിയായിട്ട് പോകാൻ പോവാണ്. അടുത്ത ദിവസം കാനാലിറ്റിൽ പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് മീഡിയ ഈസ് വേസ്റ്റിംഗ് ഓൺ ഡിസാസ്റ്റർ. അത് ഞാൻ നേരിട്ട കണ്ട കാര്യമാണ്. അട്ടപ്പാടി ഇന്നുണ്ടത് അദ്ദേഹത്തിന് ആരെ പോണം മാർക്കറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായ സകല മീഡിയയെങ്കിലും ഓടി പിടിച്ചു വരികയാണ്. കവർ ചെയ്യാം കൊണ്ടുപോയിരിക്കുന്ന ഈ കേസിൽ എല്ലാം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു 14 വർഷം കൊണ്ട് എത്രയായിരം കോടിയാണ് അട്ടപ്പാടി മേഖലയിൽ ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നത്, ചെലവാക്കി. അതെല്ലാം സതുദ്ദേശം
ഇക്ബാൽ എന്ന് പറഞ്ഞ ഡോക്ടറുടെ നേതൃത്വത്തിൽ അവിടെ പോയി സ്റ്റഡി നടത്തി ഇൻഫന്റത്തിനെ. ഇക്ബാൽ റിപ്പോർട്ട് ഇക്ബാലിന്റെ റിപ്പോർട്ട് തുടങ്ങുന്നില്ല. ഗവൺമെന്റ് ആൻഡ് അതോറിറ്റീസ് ആർ പാർട്ട് ഓഫ് ദി ജനോസൈഡിങ്. അപ്പൊ ഗവൺമെന്റ് നമ്മുടെ ആളുകൾക്ക് കൂടി അവിടെ കാശ് മുടക്കുന്നു. നമ്മുടെയൊക്കെ കാശാണ് അത് മുടക്കുന്ന ഈ വംശത്തിലേക്ക് വേണ്ടിയാണ്. അതെനിക്ക് അങ്ങേയറ്റം ഡിസ്കഷൻ ഉണ്ട്. പക്ഷെ ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ബാൽ ആദ്യത്തെ വാരി എഴുതിയിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞിട്ട് AKG മോഹൻലാൽ നിങ്ങളെ റിപ്പോർട്ട് എഴുതുന്നതും പോയത് അങ്ങനെയാണ്. ഫസ്റ്റ് സെന്റൻസ് ആണ്. നമ്മളത് മീഡിയ വായിക്കുന്ന ഇങ്ങനെ വംശഹത്യ എന്ന് പറഞ്ഞ കേരളം മുഴുവൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ വംശഹത്യയാണ് ഗവൺമെന്റ് ആവശ്യം. അതിന്റെ ക്രൂരമായ പ്രയോഗമാണ്. ലേറ്റസ്റ്റ് ഞാൻ അസംബാണി കൂടെ കുറെ കറങ്ങണമെന്ന് പറയും. അസംബാണി ആയിരിക്കും ഒരു ITD ഇന്റഗ്രേറ്റഡ് പ്രൈവറ്റ് ഡെവലപ്മെന്റ് ഓഫീസിനെ കാണാൻ സോമൻ ഈ മാസം 57 ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാനിപ്പം ഇൻഫന്റത്തിന്റെ കാര്യം ഞാൻ അടിക്കുന്നു. ഞാൻ ആരെ കാണാനായിട്ട് ITD ഓഫീസിൽ അകലിച്ചത് അവർ പറഞ്ഞു ലേറ്റസ്റ്റ് ഒരു രക്തം പറഞ്ഞ് പുള്ളി മാറ്റി വേഗം പോയിരിക്കണം. ഞാൻ അവിടെ 60 രൂപ ഓട്ടോഗ്രാഫ് പിടിച്ച് ഇടപെടുത്തു. അയാൾ ചെന്നപ്പോഴത്തേക്ക് ഒരു മരണം ഉണ്ടായി. അപ്പൊ ആ മരണം ഉണ്ടായ സ്ത്രീയുടെ മുറിക്കകത്ത് ഇവിടെ ഒരു കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവൺമെന്റ് ഒരുപാട് കോടികൾ മുടക്കി ആ ഹോസ്പിറ്റൽ സാധ്യത പ്രൈവറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നാന്തര ഹോസ്പിറ്റൽ A ക്ലാസ് 50 ഡോക്ടർമാരും വർക്ക് ചെയ്യുന്നു. എല്ലാ പോസ്റ്റും ഫില്ല് ചെയ്തിരിക്കുക. പ്രഭുദാസ് എന്ന് പറഞ്ഞ ഒരു കൊല്ലക്കാരൻ പാരിപ്പള്ളിക്കാരൻ ഒരാളാണ് ഡോക്ടർ. ഈ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്ന 2003 സ്ഥാപിക്കുമ്പോഴും അങ്ങേരാണ് ഇപ്പോഴത്തുണ്ട്. പുള്ളി പറഞ്ഞു എല്ലാ പോസ്റ്റും അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അവരെടുത്തു. കാരണം ഇതൊരു പണിഷ്മെന്റ് പോലെ അവർ വിചാരിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സർവീസിനെ പറഞ്ഞു ഇവിടെ ഇരുന്നോണെന്ന് പറഞ്ഞത് എല്ലാവരും 50 പേരെയും സോറി സിറ്റുവേഷൻസ്. ഹോസ്പിറ്റൽ തുടങ്ങിയ കാലത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 100 ബെഡുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയപ്പോ 53 ബെഡേ ഉള്ളൂ. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പുള്ളി രണ്ടാമത് നോക്കിയപ്പോഴത്തേക്ക് അന്ന് കൊടുത്ത ബെഡുകൾ ഹോം ബെഡുകൾ അത് തന്നെ ഇപ്പോഴും അതിന്റെ കവറൊക്കെ കീറി പറഞ്ഞിരിക്കുക. ഈ പറയുന്ന ഏപ്രിൽ 16-ാം തീയതി 143 പേരെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. 43 പേര് ഗർഭിണികളാണ്. അപ്പൊ 53 ബെഡേ എന്നാ ചെയ്തു. അപ്പൊ നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുട്ടി മരിച്ച സ്ത്രീയെ ഞങ്ങൾ ഇന്നുണ്ട്. കുട്ടിയുടെ ആദ്യത്തെ കുട്ടിയെ ഈ സ്ത്രീയുടെ പേര് സരസ്സും. ആദ്യത്തെ കുട്ടിയെ എടുത്തുകൊണ്ട് ഇവരുടെ ചേടത്തിലുള്ള കുട്ടിയുണ്ട്. 3 വയസ്സുള്ള കുട്ടി നമ്മൾ കണ്ണു മാറ്റാൻ കുട്ടിക്കായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു കൊച്ചുകുട്ടി എന്റെ മുക്കാലൊക്കെ ചേട്ടന് മണി. അപ്പം ഇവരോട് ചോദിച്ചു എന്താ വേണ്ടത്. 6-ാം മാസമാണ്. ഞാൻ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇത് നിങ്ങൾ പറയുന്ന രീതിയിൽ. അപ്പൊ തന്നെ ജീവിക്കാനുള്ള മന്ത്രി ഇത് കേട്ടോണ്ട് പാലക്കാട്ടിൽ നിന്ന് ജീവിക്കുന്നില്ല. മനോരമ മത്സരം ഏഷ്യാനെറ്റ് എല്ലാവരും മത്സരിച്ച് വരിക. ഇവരെല്ലാം മീഡിയ വൺകാരിപ്പോ. അപ്പം ഈ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന 5 തവണ ഈ കുട്ടിയെ ഈ സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ ഞങ്ങൾ സ്കാൻ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്കാൻ ചെയ്തു. വേദന അഡ്മിറ്റ്. ഈ കുട്ടിയുടെ മരണത്തിന് വളരെ പെർഫെക്റ്റ് ആയിട്ടിരുന്ന കുട്ടിയാണ്. ഇതിന് പറയുന്നതാണ് അബോർഷൻ. ഇൻഫന്റ് പറയാം. ഇൻഫന്റ് ആംഗിൾ എന്താകുന്നു അതായത് ഇത് അതിനൊക്കെ വന്നിരിക്കുന്ന പത്രക്കാർക്ക് ഭയങ്കര നിരാശയായിരിക്കും. അതിനകത്ത് പോകാൻ ഇൻഫന്റ് വന്നെങ്കിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇൻഫന്റ് രക്തം ഉണ്ടായെങ്കിലേ പത്രങ്ങൾ ത്രൈവ് ചെയ്യുള്ളൂ. അതാ പറഞ്ഞ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ആർ ഫീഡിങ് ഓൺ ഡിസാസ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെ വന്നില്ലെങ്കിൽ സിറ്റുവേഷൻ ഞാൻ പഠനം 2013 ഇൻഫെക്ഷനോടെ ഉണ്ടായത് 47 പേരാണ്. 2014 എന്റെ ലിസ്റ്റ് വരെ പേര് വരെ 2014 23 അത് പറഞ്ഞു. 2015 ഈ വർഷം ഈ മെയ് മാസം തുടങ്ങി മെയ് 1-ാം തീയതി വരെ 5 പേരെ വരുന്നു. റൊമാൻറ്റിക്കലി ഉണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതാരെങ്കിലും ഒരു പത്രം ഏതെങ്കിലും പത്രത്തിൽ ഇവര് ഇൻഫെന്റ് രക്തം വരികയാണെങ്കിൽ അതൊരു സകല പത്രങ്ങളും മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും ഭയങ്കര എഴുതായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പാവപ്പെട്ട നമ്മൾ വായനക്കാർ വിചാരിക്കണം അവിടെ ഫോൺ കേട്ടാൽ ഈ സത്യം മാറ്റി ഇതെല്ലാം കൊണ്ട് ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം ആരും അറിയില്ല. അതുകൊണ്ട് മീഡിയയുടെ ലക്ഷ്യം
മാർക്കറ്റാണ് പ്രധാനമായിട്ട് അവർ എങ്ങനെ കാശുണ്ടാക്കാം. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കൂടുതലല്ല അച്ഛൻ ഇരിക്കില്ല, ഒരാൾ വന്ന് കയറിയുന്നത് മനോരമ മാസ്റ്ററിന് പറയുന്നുണ്ടോ ധർമ്മോസ്മം ഇല്ല ദൈവം എന്നാ പിന്നെ മഹാരാജാവ് കോയത്തമ്പുരാൻ കൊടുത്തതാണ്. ധർമ്മോസ്മ എന്ന ആനയുടെ മഹാരാജാവിന്റെ സിനിമ പോയിരുന്നു. ധർമ്മോസ്മ ഇല്ല ദൈവം, ധർമ്മമാണ് ഇവിടുത്തെ ദൈവം എന്നാണ് പ്രഖ്യാപിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ പറയാം, എന്റെ ബിസിനസിന്റെ കൺക്ലൂഷനാണ്. അപ്പൊ ധർമ്മം മാത്രമില്ല, മണി 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 ഉണ്ടാക്കുക എന്നുള്ള മാത്രം. പക്ഷെ എന്റെ കൺക്ലൂഷൻ, എന്റെ ബിസിനസിന്റെ കൺക്ലൂഷൻ ഇതൊരു ഗ്ലോബലൈസേഷൻ. അറിയാൻ പറ്റില്ല, പൈസ അറിയുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ മാർക്കറ്റിന്റെ ഭാഗമാണ്. മനോരമ ആ പോവുക ഇന്ത്യ പണ്ട് മനോരമയിൽ അറിയാം, നമുക്കറിയാം. ഇനാക്കയുടെ പരസ്യം എഴുതിയത്, ഇനാക്കയുടെ പരസ്യം, ഇനാക്ക വളർന്ന പരസ്യം ഒരു പെണ്ണ് അവളുടെ കുട്ടു മുതൽ താഴെ വേറെ ഇപ്പൊ മേഡം ഭവന്റെ പരസ്യം ഫ്രണ്ട് പേജിൽ വേണമെങ്കിൽ മഞ്ഞൾ അതേ ഉള്ളൂ. ഇങ്ങനെ മേഡം ഭവൻ പ്രായമുണ്ട്, മിക്കവാറും ഓൾമോസ്റ്റ് ഹാഫ് നൈറ്റിലായിട്ട് ഇരിക്കുന്ന പടം മഞ്ഞൾ അതേ ഉള്ളൂ. മനോരമയിൽ മിക്കവാറും മനോരമയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു അവസരം പറയാം. സർക്കുലേഷൻ വില കിട്ടും. വില കൂട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പാർട്ടി ബദലിക്കാത്ത ലേഖനെ ആദിവാസി മേഖലയിലുള്ളൂ. ചോരനായകനെ പറ്റി വിളിച്ചിരുന്നു. ചോരനായകന്മാര് വേറെ പ്രശ്നമായിട്ട് നടക്കുന്നു. പിള്ളേരുടെ പടമായിട്ട് മനോരമ ചരിത്രം 127 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേറെ പ്രശ്നമായിട്ട് നടക്കുന്ന ചോരനായകന്മാരുടെ പണം കൊടുത്ത് സർക്കുലേഷൻ ഇടിഞ്ഞതിനെ റിക്കവറി ചെയ്ത് പത്രമാണ് മനോരമ. വിലക്കാട് പരസ്യമല്ല, ഏത് പരസ്യം കൊടുക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കൺഫ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്ലോബൽ ട്രെൻഡാണ്. ന്യൂയോർക്ക് ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദു എല്ലാം അത് തന്നെ ചെയ്യുന്നത്. അത് കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിന് തെറ്റിദ്ധരിക്കും. അതായത് മനോരമയിലെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഒരു കുഴപ്പമില്ല, ഈ ദിവസം വളരെ നന്നായിരിക്കും. കാരണം ന്യൂയോർക്ക് ടൈംസ് വേണ്ട കമ്പയർ ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസ് പോലെയാണ് മനോരമ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംതിങ് ടു ബി പ്രൗഡ് ഓഫ്. അപ്പം ഇങ്ങനെയുള്ള മീഡിയയുടെ തട്ടിപ്പ് വെട്ടിപ്പ് അച്ഛനൊരു സെമിനാരി ഇരുന്നിട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം. സെമിനാരി അച്ഛൻ പറയാം, അച്ഛൻ പല 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 കാര്യങ്ങൾ അച്ഛൻ കളക്ട് ചെയ്തിട്ട് പുറത്തു പറയാൻ പേടിയാണ്. അതൊരു പോസ്റ്റ് ഓഫ് അവർ മാറ്റലാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം പോസ്റ്റ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട കരിഞ്ഞാട്ടിലച്ഛന് ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കുക. കേന്ദ്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അച്ഛനെ ഡോക്ടറേറ്റ് കിട്ടിയെന്നുള്ള വിവരം മനസ്സിലായത്. ഇപ്പോഴാണ് പിടികിട്ടിയത് എന്തുകൊണ്ടാണ് മനോരമ ആ പടം ഉണ്ടായിരുന്നത്, പബ്ലിഷ് ചെയ്യായിരുന്നത് എന്നുള്ളതിന്റെ രഹസ്യം ഇപ്പോൾ മാത്രമാണ് മനസ്സിലായത്. അതൊക്കെ വരും. അപ്പൊ ഞാനിപ്പം വെച്ചോളാം ഈ അസസ്മെന്റ് വന്നിട്ടില്ലെന്നുള്ളത് ശരി. അപ്പം എന്റെ കാൽക്കുലേഷനില് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഗ്ലോബലൈസേഷന്റെ നേട്ടങ്ങളും അതുപോലെ കോട്ടങ്ങളും ഭംഗിയായിട്ട് പൈ ചാർട്ടിന്റെയും ബാർ ഡയഗ്രംസിന്റെയും ബേസിസിലൂടെ അനലൈസ് ചെയ്യും. അതില് സാറിവിടെ പറഞ്ഞപ്പോ ഞാൻ ഓർമ്മമായിരുന്നു, ഞാനും അത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ധർമ്മോസ്മകുലദൈവതം എന്നാണ്. അതിപ്പോ ധർമ്മോസ്മകുലദൈവതം എന്ന് ആക്കി തീർത്തിരിക്കുക. കാലത്തിനനുസരിച്ച് അങ്ങനെ പോയില്ലെങ്കിൽ പറ്റുകയായിരുന്നു. അതാണ് കാലത്തിനനുസരിച്ച് അങ്ങനെ പോയില്ലെങ്കിൽ പറ്റുകയില്ല. മറ്റൊരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ധർമ്മക്കാരിലൂടെ പള്ളിയുടെ വാതുക്കല് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നിട്ട് ആരും ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അയാളുടെ ഒരു ഇതുകൊണ്ട് തന്നെത്താൻ പറയുവാണ്. അവിടെ നേരം യോസേഫ് പിതാവ് ഒരു ആടിനെയോ ഏതിനെയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അത് അവിടെ തിരിഞ്ഞതൊന്നും പട്ടിയായിട്ടാണ് തോന്നിയത്. അപ്പൊ പറഞ്ഞു തൊട്ടങ്ങേപ്പുറത്തുള്ള കാരപ്പള്ളിയിലാണ് ഇഷ്ടംപോലെ പൈസ അവിടെ ഇരുന്ന ധർമ്മക്കാർക്ക് ഇഷ്ടംപോലെ വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ആരിവിടെ ഈ പട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മയും മോനുള്ള വാരുമോ. അപ്പൊ മലയാളത്തിലൊരു കുലദൈവതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് മറ്റുള്ളവരപ്പുറത്ത് വാഴും. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ
ബിസിനസ്സാണ്. ധർമ്മവും സത്യവും ഒക്കെ അത് പണ്ടായിരുന്നു. ഇപ്പോൾ മനോരമയും മാത്രമല്ല എല്ലാ പത്രങ്ങളും അത് ബിസിനസ്സായിട്ടാണ് അത് കണക്കാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അച്ഛൻ അനലൈസ് ചെയ്തതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു സംഗതി ഞാനത് ഫോൺമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു. മനോരമയുടെ കവറേജ് വാർത്ത കൊടുക്കുന്നത് 44%, ഫസ്റ്റ് പ്ലേസ് മനോരമയ്ക്ക് കൊടുത്തത്. സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ്, തേർഡ് ഹിന്ദു, ദെൻ ടൈംസ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ നാല് തരത്തില്. എന്റെ മനസ്സിലൂടെ കടന്നു വായിച്ചില്ല മലയാള മനോരമയുടെ വായനക്കാരും 70% കേരളത്തിലുള്ളവർ. കേരളത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇറാഖ് എന്ന് പറയുന്ന പഴയ പേർഷ്യ അല്ലേ, പണ്ട് പേർഷ്യയിൽ പോവാന്ന് പറഞ്ഞ. അപ്പൊ നമ്മുടെ ആൾക്കാര് ധാരാളം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ എംഫസിസ് ആ ഭാഗത്തേക്ക് കൊടുത്തു. അങ്ങനെയല്ല, നിങ്ങളാരും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സാറ് കാനഡയിൽ പോയി ഒളിമ്പിക് ഗെയിംസ് അല്ലേ റിപ്പോർട്ട് ചെയ്യാൻ പോയി. ശരിയല്ല, എല്ലാ ഗെയിംസും ഇവിടെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ബാക്കിയിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഞാൻ അത് ചോദിച്ചു. സോഴ്സ് ഇന്റർനാഷണൽ, അതായത് പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം ഒരേ പടം തന്നെ എല്ലാ പത്രത്തിലും. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ട് പത്രങ്ങൾ ഒരുമിച്ച് കിട്ടുമായിരുന്നു. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ചിത്രമൊന്നും തന്നെ റിപ്പോർട്ട്. അപ്പൊ ഞങ്ങളുടെ റീഡിംഗ് റൂമില് പത്രങ്ങൾ കൊണ്ട് ചികിത്സ നോക്കുമ്പോൾ എല്ലാത്തിലും സെയിം പടമായിരിക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല. ചില തെളിമയ്ക്ക് മാത്രമേ വ്യത്യാസം കാണുള്ളൂ. അപ്പൊ ഇതിന്റെ സോഴ്സ് ഒന്ന് തന്നെ മനോരമയ്ക്കാണെങ്കിലും മാതൃഭൂമിക്കാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസിനാണെങ്കിലും എല്ലാത്തിനും കിട്ടുന്നത് ഒരു വേൾഡ് മീഡിയ കോമൺ പറഞ്ഞ അതിന്റെ ഡിഫറൻസ് ഏജൻസീസ് ഉണ്ട്. അപ്പൊ അത് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്ന ന്യൂസ് ഇടാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇടാനായിട്ട് സാധിക്കുന്നു. ഏതായാലും അച്ഛന്റെ ഈ വർക്കിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. അത് അച്ഛന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ സൺഡേ സ്കൂൾ കുട്ടികൾക്കൊക്കെ നടത്താറുണ്ട്. വളരെ ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ അച്ഛൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റഡി ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനാലിസിസ്, ഈ ഒരു ടോപ്പിക് വാർ ബേസ്ഡ് ചെയ്ത്. അല്ല, നമ്മുടെ ഇവിടെ കേരളത്തിൽ വരെയുള്ളത് എനിക്ക് തോന്നുന്നു. ഏതായാലും അച്ഛന്റെ ജീവിതത്തിന് അഭിനന്ദനങ്ങൾ, ആശംസ. നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അജണ്ട സെറ്റിംഗ് ഉണ്ട്. അതൊരു തിയറിയുടെ പേരിലാണ് അജണ്ട സെറ്റിംഗ് തിയറി എന്ന്. നാളെ എന്ത് വായിക്കണം, എന്ത് കാണണം, എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ന്യൂസ് റൂമിലിരിക്കുന്ന ന്യൂസ് എഡിറ്ററാണ്. അതനുസരിച്ചാണ് അതിന്റെ ലേഔട്ട് ഉൾപ്പെടെ വെബാക്ക് ഉൾപ്പെടെ പടം ഉൾപ്പെടെ അവതരിപ്പിക്കുന്നത്. അവര് ബോധപൂർവ്വം ഇതിന് പറയുന്ന വാക്കാണ് മീഡിയ സിൻഡിക്കേറ്റ്, മീഡിയ ഭീകരത എന്നൊക്കെ അവതരിപ്പിക്കുന്നില്ല. എന്നാൽ എന്നാൽ ഓർത്തിരിക്കണം, ഈ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഈ മേൽക്കൈക്കെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. ഓർത്തിരിക്കണം, ഇറാഖ് യുദ്ധം നടന്ന അവസരത്തിൽ തന്നെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ ആന്റി വാർ പ്രൊപ്പഗേഷൻ ഉണ്ടായിരുന്നു ബുഷിനെതിരെ. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് സാർ അമേരിക്കയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പം അതിശക്തമായ, പക്ഷെ ലോകം അറിയില്ല. കാരണം എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അമേരിക്കയിലെ വാഷിംഗ്ടൺ പെന്റഗൺ എംബഡഡ് ഗ്രൂപ്പിലെ ഭാഗമായപ്പോൾ വളരെ ചെറിയ വാർത്തകൾ കൊടുക്കുന്നു. എന്നാലും ഹിന്ദുവൊക്കെ ചെറിയ വാർത്തകൾ ആന്റി വാർ അജിറ്റേഷനെ കുറിച്ച് കൊടുക്കുകയുണ്ടായി. അതിലൊക്കെ ശക്തമായി ഓർത്തിരിക്കേണ്ടതാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ വായന നടത്തുന്നത്, പുസ്തകം വായിക്കുന്ന നോം ജോസ്കിയുടെ പുസ്തകങ്ങളാണ്. നോം ജോസ്കി വളരെ വലിയ ക്രിറ്റിക്കാണ്. മാധ്യമങ്ങളെ കുറിച്ച്, യുദ്ധത്തെ കുറിച്ചും ഒക്കെ അതിശക്തമായ ക്രിറ്റിസിസം നടന്ന ആളാണ്. അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഈ വാറിനും ടെററിസത്തിനും യുദ്ധത്തിനും ഒക്കെ പ്രാധാന്യം നൽകുമ്പോൾ, സെക്സിനും മണിക്കും ഒക്കെ പ്രാധാന്യം നൽകുമ്പോഴേ ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ കൾച്ചറിനെ കുറിച്ചുള്ള അതിശക്തമായ അന്വേഷണങ്ങളുണ്ട്. അതിലൊന്നാണ് വാക്കിന്റെ നേതൃത്വത്തിൽ നടന്ന വേൾഡ് അസോസിയേഷൻ ഫോർ ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകമായ പ്രോജക്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ലണ്ടനിലായിരുന്നു. ഇപ്പോഴേ കഴിഞ്ഞ WSS മീറ്റിംഗിൽ പോയപ്പോൾ അവരെ പരിചയപ്പെടുവാനിടയായി ഇപ്പോൾ കാനഡയിലേക്ക് മാറുകയുണ്ടായി. അതൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനമാണ്. നമുക്കുണ്ടാകേണ്ടത്
ഇങ്ങനെയുള്ള ചർച്ചകളും കൂട്ടായ്മകളും കൂടി നമുക്ക് ലഭിക്കേണ്ടത് ഒരു ബദൽ വായന, ബദൽ അന്വേഷണം, ബദൽ ചർച്ചകൾ. ഇതിനപ്പുറത്തുള്ള ഈ ലോകം മാധ്യമം അവതരിപ്പിക്കുന്ന ഒരു ലോകമല്ല, മാധ്യമം അവതരിപ്പിക്കുന്ന കാഴ്ചയില്ല, അതിനപ്പുറത്തൊരു കാഴ്ചയുണ്ട്. ഇതിന്റെ പറയുന്ന വാക്കാണ് മീഡിയ അവയർനെസ് പ്രോഗ്രാം, മീഡിയ ലിറ്ററസി, ക്രിട്ടിക്കൽ റീഡിംഗ് എന്നൊക്കെ പറയും, വിമർശനാത്മക പാരായണം, വിമർശനാത്മക വായന. ഇത് വിവിധ സഭകളിലൊക്കെ ഉണ്ടാവണം. പള്ളികൾ ഈ പ്രാവശ്യത്തെ സഭയുടെ പ്രോജക്ട് തന്നെ അതാണ്, മാധ്യമ സാക്ഷരത ഫലപ്രദമാക്കാൻ കഴിയും എന്നെനിക്ക് അറിയില്ലെങ്കിലും ഒരു പുതിയ ചിന്താ ശകലങ്ങൾ നമ്മുടെ ചെറുതലമുറയെ വളർത്തിയെടുക്കണം. മാധ്യമം അവതരിപ്പിക്കുന്നതല്ല, വാട്സപ്പ് പ്രദാനം ചെയ്യുന്നതല്ല, ഫേസ്ബുക്ക് പ്രദാനം ചെയ്യുന്നതല്ല സംസ്കാരം, മാധ്യമം, യഥാർത്ഥം. അതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള ഒരു വായന ഉണ്ട്. അതിശക്തമായ എഴുത്തുകാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, തിയറിസ്റ്റുകളുണ്ട്, അവരുടെ പിന്നാലെ അണിനിരക്കുന്ന അനേകം ആളുകളുണ്ട് എന്നുകൂടി ഓർക്കണം. ഒറ്റ കാര്യം, അങ്ങനെയുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള പ്രതിരോധങ്ങളും പോരാട്ടങ്ങളും ഈ ബഹുജന പോപ്പുലർ മാധ്യമങ്ങളിൽ വരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു ഒരു പ്രശ്നം മാധ്യമങ്ങളിലും ആഗോളതലത്തിൽ ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് കൾച്ചർ വളർത്തുന്നുണ്ട്. അനേക പഠനങ്ങളുണ്ട്. ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് വസ്തുതയിൽ ഈ പഠനമൊക്കെ പൊളിറ്റിക്സ് ഓഫ് മീഡിയ എന്ന് പറയുന്നതിന് ഈ ബദൽ ആന്റി മീഡിയ കൾച്ചറാണ് ഈ പഠനം. പൊളിറ്റിക്സ് ഓഫ് മീഡിയ എന്ന് ഈ പഠനം ഒരർത്ഥത്തിൽ നിലവിലിരിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയയുടെ സംസ്കാരത്തിന്റെ ബദൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പങ്കേരിയ എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായ എഴുത്തിനും വായനയ്ക്കും ദർശനത്തിനും ചിന്തകൾക്കും രൂപപ്പെടുത്തലുകൾക്കും ഭാഗമായി തീരുക എന്നുള്ളതാണ്. അത് ആഗോളതലത്തിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ അക്കാദമിക് തലത്തിൽ നടത്തുന്നുണ്ട്. പ്രായോഗിക തലത്തിൽ എത്തിച്ചേർന്ന് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആ ചിന്താധാരകളെ സമന്വയിപ്പിക്കുവാനും കൊണ്ടെത്തിക്കുവാനും കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മുടെ ഇവിടെ നിൽക്കുന്ന കാര്യമാണ് മീഡിയ അവതരിപ്പിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള അവരുടെ രാഷ്ട്രീയ അനുസരിച്ചും അവരുടെ മതമനുസരിച്ചുമുള്ള കാര്യങ്ങൾ മാത്രമേ അവരവതരിപ്പിക്കുള്ളൂ. പക്ഷെ നമ്മളത് വിവേചിച്ചെടുക്കുക, നമുക്ക് വേണ്ടത് എടുക്കുക, സത്യം കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് കാലഘട്ടം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു, ചിലപ്പോൾ ഒരു 10-3 വർഷം കഴിഞ്ഞായിരുന്നു സത്യാവസ്ഥകൾ പുറത്തു വരും. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് യുദ്ധത്തിൽ നടക്കുന്ന ഒരു കാര്യവും സാധാരണ അറിയാൻ പറ്റുന്നില്ല. ഒരുപാട് കെട്ടുകൾ പ്രചരിപ്പിച്ച് അമേരിക്ക ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല നിശ്ചിത തന്ത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഒരു എത്തിനെ കൊണ്ടൊരു കാര്യം ഏത് മീഡിയ കയറുന്നതാണെങ്കിലും മലയാളിയാണെങ്കിലും ഏത് മീഡിയ ആണെങ്കിലും നമ്മൾ വിവേചിച്ച് കണ്ടുപിടിക്കുക, നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക, അത് മാത്രമേ കാര്യമായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട കരിങ്ങാനത്തിന് എല്ലാ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം വളരെ കാലിക പ്രാധാന്യമുള്ളതാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ്. ഇറാഖിലേക്ക് 2003 നടന്നതിലേക്ക് അച്ഛൻ വീണ്ടും ഒരു പിന്നോട്ടം നടത്തിയിട്ട് അതിനകത്ത് അന്ന് നമ്മുടെ ദർശനത്തിൽ സ്പർശിക്കാതെ പോയ അല്ലെങ്കിൽ നമ്മളെ സംശീകരിക്കാതെ പോയ കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ അണേർത്ത് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആ അണേർത്തിങ്ങിന്റെ ഭാഗമാണ് അച്ഛന്റെ ഈ റിസർച്ച്, ഈ PhD അവാർഡിങ് ഞാൻ വിശ്വസിക്കുന്നു. മാധ്യമങ്ങളില് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ചോദിച്ചു, ഈസ് ദെയർ നോ എത്തിക്സ് ഇൻവോൾവ് ഇൻ ഇറ്റ്? ഞങ്ങളെ കോളേജിൽ ജേർണലിസം പഠിപ്പിക്കുന്നു. അപ്പൊ ജേർണലിസത്തിൽ ഞങ്ങൾക്കുള്ള ആ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയും. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പത്രസ്ഥാപനങ്ങൾ നടത്തുന്നവര്, ജേർണലിസത്തിൽ പോകുന്നവര്, വാട്ട് ഷാൽ ബി ദെയർ ഐഡന്റിറ്റി ആൻഡ് വാട്ട് ഷാൽ ബി ദെയർ അപ്രോച്ച്. അത് വ്യക്തമായിട്ട് അവിടെ പറയും. അടുത്ത ഒരു കമ്പോണന്റ് ഈ ജേർണലിസത്തിൽ പറയുന്നുണ്ട്, മീഡിയ ലോസ്. അതൊന്ന് വായിച്ചിരിക്കേണ്ട ഒരു വലിയ സംഗതിയാണ് മീഡിയ ലോസ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ അതിനെക്കുറിച്ച് റെഡിമെയ്ഡ് തിയററ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അടുത്തിടെ നടന്നതാണ് നേപ്പാളിലെ ദുരന്തത്തെ കുറിച്ച് മീഡിയകൾ കവർ ചെയ്യും. ആ മീഡിയകൾ കവർ ചെയ്തേച്ച് ഒടുവിൽ നേപ്പാൾ ഗവൺമെന്റ് ഹാഡ് ടു ആസ്ക് the Indian government take away your media.
രഘുവിയോട് വേണ്ടിയാണ്. രണ്ടാമത്തെ സ്പെല്ല് എയർപ്ലെയിൻ ഉണ്ടായപ്പം ഇന്ത്യയിൽ പോയില്ലല്ലോ, ഇന്ത്യക്കാരെ കൊണ്ട് പോയില്ലല്ലോ. നമ്മളിതിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ മാധ്യമങ്ങൾ, മലയാള മനോരമ അല്ലെങ്കിൽ ഹിന്ദു, ഞാൻ ദിവസം എന്റെ ഒരു 7 പേപ്പർ വായിക്കുന്നതാണ്. 7 പേപ്പേഴ്സ് ആയിരുന്നു. 4 എന്റെ വീട്ടിൽ വരുത്തുന്നുണ്ട്, 3 ഞാൻ ഇന്റർനെറ്റിൽ കൂടെ. കാരണം ഞാനത് വായിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാല് ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ്. ഇവര് പറയുന്ന ലാംഗ്വേജ് എനിക്കൊന്ന് പിടിക്കണം, എന്നെങ്കിൽ മാത്രമേ എന്റെ ക്ലാസ് റൂം ലൈവായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബട്ട് ഐ ഗെറ്റ് വെരി സോളിഡ് ഇൻഫർമേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വിമർശിച്ചാലും, മനോരമയെ കുറിച്ച് വിമർശിച്ചാലും, മനോരമയിൽ ഒരു ന്യൂസ് കൊടുക്കാൻ ചെന്നപ്പോഴേ ആദ്യമേ എന്നോട് മനോരമ എന്ന് വിളിച്ച് പറഞ്ഞത്, സാറേ മറ്റേ പത്രത്തിൽ കൊടുത്തേച്ച് ഇവിടെ തന്നാൽ ഞങ്ങൾ ഇടുകയാണ്. വേറൊരു പത്രത്തിൽ ഈ ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് ഇടുകയും. അതുകൊണ്ട് ആദ്യമേ മനോരമയെ തരണം, അത് കഴിഞ്ഞ് സാധാരണ. അപ്പൊ ഇങ്ങനെ, കാരണം അതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി, ഒരു ജേർണലിസ്റ്റ് ഇന്റഗ്രിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. പക്ഷെ ജേർണലിസ്റ്റിക് ഇന്റഗ്രിറ്റി വന്നാൽ പത്രം വായിക്കാൻ അധികം പേര് കാണുകയില്ല. ക്രൈസിസ് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് But anyway, let's hope and pray that our children and our next generation will be able to have a fine spell of journalism, fine spell of media culture, so that they will be able to develop themselves. And I wish such an honors. ബദലെന്താണ് എന്നുള്ളത് ചിന്തിക്കാനാണ് നമ്മുടെ ധാർമ്മിക ചുമതല. എല്ലാ ക്രിസ്ത്യൻ സഭകളും അതുപോലെ മതങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. യാഥാർത്ഥ്യത്തെ ഇങ്ങനെ വക്രീകരിക്കുകയും മനുഷ്യനെ ഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന ലോകം. ഞാനിതിനെ ഒരു ഗെയിമായിട്ടാണ്, വ്യക്തിപരമായിട്ടൊരു ഗെയിമായിട്ടാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒരു ഗെയിം. ഫുട്ബോൾ എനിക്ക് അറിഞ്ഞുകൂടാതെ ഇരിക്കില്ല. ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നയാൾ ഫുട്ബോളിന്റെ ഗെയിം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഒരു ഭാഗം ആർത്തുന്നു, ഒരു ഭാഗം വിഷമിക്കുന്നു, പിന്നെ ഈ ഭാഗം ആർത്തുന്നവര് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. എന്തിനാണ് ഇത് എന്ന് പണ്ട് കൊച്ചി രാജാവ് പറഞ്ഞ ഒക്കെ ഈ ഒരു ബോളിന്റെ പുറകെയാണ് ഇത് ഓടുന്നതെങ്കിൽ എന്റെ രാജ്യത്ത് ഒരിക്കലും പാടില്ല, എല്ലാവർക്കും ഓരോ ബോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞതുപോലെ ഉള്ള നിലപാടിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. അത് ഗെയിമാണെങ്കിൽ ഈ ഗെയിമിൽ എനിക്ക് എന്റെ സ്റ്റെബിലിറ്റി ഉണ്ട്, എനിക്ക് എന്റെ സ്ഥിരചിത്തത എനിക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഒരു ആധ്യാത്മികമായ മാനം അവിടെയാണെന്ന് തോന്നുന്നു. ഇത് ഒരു ഗെയിമായിരുന്നു. ഈ പറയുന്ന എല്ലാ ഗെയിമിലെല്ലാം എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷെ നമ്മുടെ സ്ഥിരചിത്തത നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ധാർമ്മികമായ ചോദ്യം തോന്നുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘടനകളൊക്കെ ഉണ്ട്. വേൾഡ് കോൺഫറൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിന്റെ മോറൽ എത്തിക്കൽ കമ്പോണന്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മൈക്രോസോഫ്റ്റിനെ കുറിച്ചൊക്കെ ഗവൺമെന്റിലൂടെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ശക്തികളെ കണ്ടെത്തണം, അതിനെ കൂടുതൽ ബലപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനം.